സന്തോഷമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ സന്തോഷത്തിന് ഒരു പ്രത്യേകമായ കാരണം കൂടി ഉണ്ടെന്ന് എനിക്കറിയാം. ഹല്ലേലൂയ. നമുക്ക് സന്തോഷിക്കാം, നമുക്ക് ആനന്ദിക്കാം. ദൈവത്തിന് മുമ്പിൽ നമ്മളൊരു പ്രാർത്ഥന സമർപ്പിക്കുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. ഒരു ദേശത്തൊരു നിലവിളി ഉയരുമ്പോൾ, ആ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, ആ ദേശത്തൊരു 10 പേര് ഉണ്ടെങ്കിൽ ആ 10 പേരെ പ്രതി കർത്താവ് അവരെ അനുഗ്രഹിക്കുന്നുള്ളതാണ് നിയമം. വാസ്തവത്തില് ഈ ആലയം നിറഞ്ഞിരിക്കുന്നത് സ്പിരിറ്റ്സിന്റെ മക്കളെ കൊണ്ടാണ്. ഹല്ലേലൂയ. അതിൽ ഞാൻ സന്തോഷിക്കുകയാണ്. കാരണം നിങ്ങളിവിടെ വന്നത് യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ യുദ്ധവീരന്മാരാണ്. ഹല്ലേലൂയ. ഞാനിവിടെ വന്നത് യുദ്ധം ചെയ്യാൻ, യുദ്ധം ജയിച്ചു പോകാൻ വേണ്ടിയിട്ടാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ ഓരോരുത്തരുടെയും വലിയൊരു സാന്നിധ്യം അത് ഈ നാടിൻ്റെ മേൽ, ഈ ദേശത്തിൻ്റെ മേൽ, ഇവിടുത്തെ പ്രശ്നങ്ങളുടെ മേൽ വലിയ വിജയം വരിച്ചു കഴിഞ്ഞു. ഹല്ലേലൂയ. ഈ ദേശക്കാരായ ആളുകൾ കുറച്ചുപേര് മാത്രമേ ഉള്ളെങ്കിൽ പോലും ഒരു വലിയ സമൂഹത്തിൻ്റെ, ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട വിശുദ്ധരായ ഒരു സമൂഹത്തിൻ്റെ പ്രാർത്ഥനയും നിലവിളിയും സമർപ്പണവും സ്വർഗത്തെ തുറന്ന് സ്വർഗത്തിലും ദൈവശക്തിയെ ഇവിടെ ഇറക്കിക്കൊണ്ട് വന്നു കഴിഞ്ഞതാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആധിപത്യങ്ങളെയും പ്രഭുത്വങ്ങളെയും ഒക്കെ തകർക്കുന്ന ദൈവത്തിന്റെ ശക്തിയാണ് ഇവിടെ ഇറങ്ങി വന്നിട്ടുള്ളത്. ആമേൻ. ഹല്ലേലൂയ. ആയതുകൊണ്ട് ഇവിടെ ആയിരിക്കുന്ന ഓരോ സ്പിരിറ്റ്സ് മക്കളെ ഓർത്ത് ഞാൻ സന്തോഷിക്കുന്നു, ഞാൻ അഭിമാനിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. ദൈവം എപ്പോഴും കരുണ കാണിക്കണം. ഏത് പ്രശ്നമാകട്ടെ നമുക്ക് ചോദിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവമേ എനിക്ക് ഇന്ന കാര്യം നടപ്പിലാക്കി തരണം. അതുകൊണ്ടാണ് വചനം പഠിപ്പിക്കുന്നത് റോമാലേഖനത്തില്, മനുഷ്യന്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, ദൈവത്തിന്റെ കരുണയാണ് എല്ലാറ്റിന്റെയും അടിസ്ഥാനം. ആമേൻ. ഹല്ലേലൂയ. ഏത് പ്രശ്നങ്ങളും നമുക്ക് അധികാരത്തോടെ കൽപ്പിക്കാം, ബന്ധിക്കാം, പക്ഷേ അവിടെ ദൈവം കരുണ കാണിക്കണം. ഇപ്പൊ മത്തായി 16:19 വചനം നമ്മൾ പഠിച്ചിട്ടുള്ള വചനമാണ്. Whatever you bind on earth will be bound in heaven. ഈ ഭൂമിയിൽ നീ കെട്ടുന്നതെല്ലാം സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും. അത് വലിയൊരു വാഗ്ദാനവും നമ്മുടെ അനുഭവമാണ്. എന്തിനേയും ബന്ധിക്കാനുള്ള ശക്തിയും അഭിഷേകവും അധികാരവും. പ്രിയപ്പെട്ടവരെ, ഈ വാഗ്ദാനം നമ്മൾ നിലനിൽക്കുമ്പോഴും ഉള്ളപ്പോഴും മറുവശത്ത് ദൈവത്തിന്റെ കൃപയും കരുണയും ഒഴുകിയിറങ്ങി വരണം. ഇപ്പൊ കരുണ കാണിക്കുന്നില്ല എങ്കിൽ ഒരു ബന്ധന പ്രാർത്ഥന കേൾക്കില്ല. അതിന്റെ കാരണം ഞാൻ പറഞ്ഞത്, ഇപ്പൊ നമുക്കറിയാം, ബൈബിൾ വായിക്കുമ്പോൾ കർത്താവ് അബ്രഹാത്തോട് പറയുകയാണ്, സോദോം ഗോമോറയിൽ നിന്നും ഒരു വലിയ നിലവിളി ഉയർന്നിട്ടുണ്ട്, ഞാൻ ആ നാട് സന്ദർശിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ കോപം അവിടെ വരാൻ പോകുന്നു അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അബ്രഹാം ചോദിക്കുന്നുണ്ട്, കർത്താവ് ദൈവമേ അങ്ങ് ക്ഷമിക്കണമേ, അവിടെ 50 നീതിമാന്മാരുണ്ട് എങ്കിൽ അങ്ങ് നാട് നശിപ്പിക്കുമോ? ഒരിക്കലുമില്ല. കർത്താവ് മറുപടി പറഞ്ഞു. അപ്പോൾ അബ്രഹാമിനെ ചോദിക്കുകയാണ്, ക്ഷമിക്കണമേ, വീണ്ടും ചോദിച്ചു കൊള്ളട്ടെ, 40 പേരെ ഉള്ളെങ്കിലോ? കർത്താവ് പറഞ്ഞു, ഞാൻ നശിപ്പിക്കത്തില്ല. വീണ്ടും ചോദിക്കുകയാണ്, 30 പേരെ ഉള്ളെങ്കിലോ? വീണ്ടും ചോദിച്ചു, 20 പേരെ ഉള്ളെങ്കിലോ? 10 പേരുണ്ടായിരുന്നെങ്കിൽ അത് നശിപ്പിക്കപ്പെടുമായിരുന്നില്ല. വാസ്തവത്തിൽ ഞാൻ ഇങ്ങനെ താനുകൾ സമർപ്പിക്കുകയാണ്. ഇവിടെ സമരപ്പന്തലിരിക്കുന്ന ആ മക്കൾ, അവരെയും ഈ എണ്ണത്തിൽ ചേർത്ത് വെച്ചുകൊണ്ട് ഞാൻ കർത്താവിനോട് പറയുകയാണ്, ദൈവം ഇത്രയും മക്കൾ ഇവിടെ ഉണ്ട് ഇന്ന് ഈ നാടിൻ്റെ വിടുതലിന് വേണ്ടി അവിടുത്തെ കാരുണ്യം പ്രാർത്ഥിക്കാനായിട്ട്. ഹല്ലേലൂയ. കാരണം ദൈവം എപ്പോഴും പ്രവർത്തിക്കണമെങ്കിൽ
ദൈവത്തിൻ്റെ നിയമങ്ങളുണ്ട്. കഥപ്പോഴും നോക്കുകയാണ്. ഇപ്പം നമ്മളൊരു ബൈബിളിൽ സംഭവം വായിക്കുന്നുണ്ട്. കുറേ യഹൂദന്മാർ ഈശോയോട് വന്ന് പറയുകയാണ്, ഒരു ശതാധിപൻ്റെ വൃത്തിനെ സുഖപ്പെടുത്തണം എന്ന് പറയും ഈശോയോട് എന്ന് പറയുമ്പോൾ അവർ ഈശോയോട് പറയുന്നൊരു കാര്യമുണ്ട്. ആ ശതാധിപൻ നമുക്കൊരു സിനഗോഗ് പണിയിച്ചു തന്നിട്ടുണ്ട്, ഒരു പള്ളി നമുക്ക് പണിയിച്ചു തന്നിട്ടുണ്ട്, അതുകൊണ്ട് നീ അവൻ്റെ വൃത്തിനെ സുഖപ്പെടുത്തണം. ഈശോയുടെ കൂട്ടത്തിൽ പോവുകയാണ് സുഖപ്പെടുത്താൻ വേണ്ടിയിട്ട്. എന്താ കാരണം? ആ ശതാധിപൻ സെഞ്ചൂറിയൻ യഹൂദന്മാർക്ക് വേണ്ടി ഒരു പള്ളി അവൻ പണിയിച്ചു കൊടുത്തു, ഒരു വിജാതിയൻ. അപ്പോൾ അത് ദൈവത്തിൻ്റെ മുമ്പിൽ അവൻ്റെ പ്രാർത്ഥന കേൾക്കപ്പെടാൻ, അവൻ്റെ വൃത്തിനെ സുഖം കൊടുക്കുവാൻ അതൊരു നിയമമായി ദൈവം ചെയ്തേ പറ്റൂ. ഇപ്പോൾ കർത്താവ് എപ്പോഴും നോക്കുകയാണ്, നമ്മൾ ഓരോ കാര്യം പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് അത് നൽകാൻ നമുക്ക് എത്ര മാത്രം അർഹതയുണ്ട്, യോഗ്യതയുണ്ട്, അവകാശമുണ്ട്. ദൈവമായുള്ള നമ്മുടെ ബന്ധം ഇതൊക്കെ കർത്താവ് നോക്കും, നോക്കിയിട്ട് അനുഗ്രഹം കടന്നു വരും. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ഇവിടെ ഇപ്രകാരം ഒരു ശുശ്രൂഷ നടത്തപ്പെട്ടപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചതൊരു 10-100 പേരെങ്കിലും ഇടവക്കാരുണ്ടാകുമെന്നാണ്. പക്ഷേ അത് ഞാൻ പരാജയപ്പെടുന്നില്ല. കാരണം ഇവിടെ വന്നിരിക്കുന്ന ഈ ജനതയെ ഓർത്തുകൊണ്ട്, സ്വീഡിഷ് മക്കളെ ഓർത്തുകൊണ്ട് കർത്താവ് ഈ നാടിനോട് കരുണ കാണിക്കട്ടെ. ആമേൻ. കുറേ വർഷങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരത്ത് ഒരു ചുള്ളിക്കൊടുക്കാനുണ്ടായി. ഓഖി ചുള്ളിക്കൊടുക്കാരെന്ന് പറഞ്ഞു, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ ചുള്ളിക്കൊടുക്കാനുണ്ടായി കഴിഞ്ഞപ്പോൾ തിരുവനന്തപുരത്തുള്ള നമ്മുടെ സഹോദരങ്ങൾ അവിടെ ഒരു ഷൺമുഖം മൈതാന കടലോരമാണ്, അവിടെ ഒരു പ്രാർത്ഥന അവർ അറേഞ്ച് ചെയ്യുകയാണ്. അന്ന് അവിടെ അതിൽ പങ്കെടുക്കാൻ വന്ന കുറേ ആളുകൾ, ആ പ്രദേശവാസികൾ, കർത്താവ് ദൈവം അന്ന് വചനത്തിലൂടെ അവരോട് പറഞ്ഞൊരു കാര്യം ഓർമ്മിക്കുകയാണ്. കർത്താവ് പറഞ്ഞ വചനം ഇതാണ്, വാക്കിതാണ്. ആ സഹോദരനോട് പറയുകയാണ്, നിങ്ങൾ കരയുടെ കാവൽക്കാരാണ്. അവരെല്ലാം മീൻപിടുത്തക്കാരാണ്, തൊഴിലാളികളാണ്, മീൻപിടുത്ത തൊഴിലാളികൾ, ക്രൈസ്തവരാണ്, കത്തോലിക്കരാണ്. ഇത് പറയാണ്, നിങ്ങൾ ഈ കരയുടെ കാവൽക്കാരാണ്. എങ്ങനെയാണ് അവർ കരയുടെ കാവൽക്കാരായിട്ട് മാറിയത്? കരയുടെ മാത്രമല്ല, കടലിൻ്റെയും കാവൽക്കാരാണ് അവർ. കാരണം തീരദേശത്ത് താമസിക്കുന്ന മനുഷ്യർ, ഈ തീരദേശത്ത് താമസിക്കുന്ന കുടുംബങ്ങളിൽ, പ്രത്യേകിച്ചും കടലിൽ മീൻ പിടിക്കാൻ പോകുന്ന മനുഷ്യരാണെങ്കിൽ അവരുടെ കുടുംബങ്ങളിലുള്ള സ്ത്രീകൾ വിശ്വാസത്തിന്റെ തലത്തിൽ അവർ വളരെ മുൻപന്തി നിൽക്കുന്നവരാണ്. അവർ ദൈവത്തെ മുറുകെ പിടിക്കുന്നവരാണ്. ഇത് ഞാൻ കണ്ടത് കൊല്ലത്താണ് കണ്ടത്. കൊല്ലത്തെ കടൽത്തീരം ജീവിക്കുന്ന അവിടുത്തെ മനുഷ്യരുടെ അവരുടെ വിശ്വാസം വളരെ ശക്തമാണ്. എന്താണ് കാരണം എന്നറിയാമോ? ഈ കുടുംബങ്ങളിലുള്ള കുടുംബനാഥന്മാരോ അല്ലെ മക്കളോ മീൻ പിടിക്കാൻ പോയി കടലിൽ പോയി കഴിഞ്ഞാൽ ചില പുറം കടലിൽ പോവുകയാണ്. പിന്നെ അവർ മടങ്ങി വരുന്നത് ദിവസങ്ങൾക്ക് ശേഷമാണ്. ആ സമയത്തൊന്നും വിളിക്കാൻ മൊബൈലില്ല, അവിടെ നെറ്റ്വർക്ക് ഇല്ല. പോയാൽ പോയതാണ്, പിന്നെ യാതൊരു വിവരവുമില്ല. തിരിച്ചു വരുമ്പോൾ മാത്രമേ അവർ വന്ന് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ കരയിൽ നിന്നും പോകുന്നവർ തിരിച്ചു വരുമോ എന്ന് യാതൊരു ഉറപ്പും അവർക്കില്ല. അപ്പോൾ എന്ത് ചെയ്യുന്നു? വീട്ടിലിരിക്കുന്നവർ എന്ത് ചെയ്യും? അവരുടെ ഭാര്യമാരെ അല്ലെ അമ്മമാരെ വീട്ടിൽ അവർ ദൈവത്തിന് മുമ്പിൽ ദൈവത്തിന് മുറുകെ ആശ്രയിക്കുകയാണ്. കടലിലേക്ക് പോയ തങ്ങളുടെ കുടുംബനാഥനെ, തങ്ങളുടെ മകനെ ദൈവമേ തിന്മയ്ക്ക് വിട്ടു കൊടുക്കരുത്, അപകടത്തിന് വിട്ടു കൊടുക്കരുത്, കടലിലെ ജീവൻ പൊലിയാൻ വിട്ടുകൊടുക്കരുത്. അവർ ദിവസങ്ങളിൽ നിലവിളിക്കുന്നവരാണ്. ഞാൻ പറയുന്നത് ശരിയാണോ? ശരിയാണെന്ന് അവർ പറഞ്ഞു. അവരുടെ വിശ്വാസം വളരെ വലുതാണ്. കാരണം അവർ ദൈവത്തെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നവരാണ്. ആര് ദൈവത്തിൽ വിശ്വസിക്കുന്നുവോ അവർ ദൈവത്തെ കൊണ്ട് പ്രവർത്തിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. സങ്കീർത്തന പുസ്തകത്തിൽ സങ്കീർത്തനം 84 5 വചനം, അങ്ങയിൽ ശക്തി കണ്ടെത്തിയവർ ഭാഗ്യവാന്മാർ, അവരുടെ ഹൃദയത്തിൽ സിയോനിലേക്കുള്ള രാജവീഥികളുണ്ട്. എന്നിട്ട് പറഞ്ഞേ, അങ്ങയിൽ ശക്തി കണ്ടെത്തിയവർ ഭാഗ്യവാന്മാർ, അവരുടെ ഹൃദയത്തിൽ രാജവീഥികളുണ്ട്. ദൈവത്തിൽ ശക്തി കണ്ടെത്തിയവർ, അത് ഏറ്റവും വലിയ അനുഗ്രഹമാണ്.
അപ്പോൾ ഈ ദേശത്ത്, ഈ തീരദേശത്ത് താമസിക്കുന്ന കുടുംബങ്ങളിലെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്കറിയാം, തങ്ങളുടെ കുടുംബനാഥന്മാർ മീൻ പിടിക്കാൻ പോയിട്ട് മടങ്ങി വരണമെങ്കിൽ അവരെ കൊണ്ടുവരാൻ കർത്താവിനെ കൊണ്ട് മാത്രമേ പറ്റൂ. കർത്താവിനെ കൊണ്ട് മാത്രമേ പറ്റൂ, അവർക്കറിയാം. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു? അവർ ആ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുകയാണ്. എപ്പോൾ ഇവരുടെ ഹൃദയത്തിൽ ഒരു നിലവിളിയാണ്, ദൈവമേ, അങ്ങയുടെ മകനെ, അങ്ങയുടെ മകളെ, കുഞ്ഞിനെ കാത്തുകൊള്ളണമേ, തിന്മയ്ക്ക് വിട്ടു കൊടുക്കരുതേ. ദൈവത്തിലാണ് അവരുടെ ചിന്ത, അവരുടെ ഹൃദയം ചേർന്നിരിക്കുന്നത് കർത്താവിനോടാണ്. പക്ഷെ ഇവിടെ വന്നിരിക്കുന്ന മറ്റുള്ള പ്രദേശത്ത് വന്ന് മലമ്പ്രദേശത്ത് വന്നിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ചിന്ത കുറവാണ്. ഇപ്പം ഇടുക്കിയോ കോട്ടയമോ അല്ലെങ്കിൽ അങ്ങോട്ട് എറണാകുളമോ അവിടെയുള്ള മനുഷ്യർക്കൊന്നും അത്രമാത്രം വിശ്വാസം ഇല്ല, ആ വിശ്വാസത്തിന് ഉറപ്പില്ല. കാരണം അവർക്ക് പ്രശ്നങ്ങൾ, അങ്ങനത്തെ പ്രശ്നങ്ങളില്ല. ദൈവത്തിൽ ആശ്രയിച്ച് പോരാ, രോഗം വന്നു, ഡോക്ടർ പറഞ്ഞു രക്ഷയൊന്നുമില്ല, മരിച്ചു പോകും എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ആയിരിക്കും ദൈവം ഉണ്ടോ, ദൈവത്തെ വിളിച്ചാൽ കാര്യമുണ്ടോ ചിന്തിക്കുന്ന അനേകം മനുഷ്യർ. അതേപോലെ അവർ വിളിക്കണമെന്നില്ല, അവരന്വേഷിക്കുക ആരുണ്ട്, പ്രാർത്ഥനക്കാരുണ്ട്, അവരെ വിളിച്ചൊന്ന് പറ, അവരെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുക. സ്വന്തമായിട്ട് കർത്താവിനെ വിളിച്ചപേക്ഷിക്കാൻ സാധിക്കാത്തവൻ ഭാഗ്യമില്ലാത്തവനാണ്, ദൗർഭാഗ്യവാനാണ്. എന്നാൽ ആര് ജീവിതത്തിലെ പ്രശ്നങ്ങളിൽ ആര് കർത്താവിലെ ശക്തി കണ്ടെത്തി, കർത്താവിലെ ആശ്രയത്വം കണ്ടെത്തി കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നുവോ അവർ ഭാഗ്യവാന്മാരാണ്. അവരുടെ ഹൃദയത്തിൽ സിയോനിലേക്കുള്ള രാജവീതികളുണ്ടെന്നാണ് വചനം പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, ഓരോ വിശ്വാസികളും ഓരോ മനുഷ്യരും കർത്താവിൽ ശക്തി കണ്ടെത്തിയവരായിരിക്കണം. എന്ന് പറഞ്ഞാൽ കർത്താവ് ഇത് ചെയ്തു തരുമെന്ന അറിവും അനുഭവവും ഒരു വിശ്വാസിക്ക് ഉണ്ടാകുമ്പോഴാണ് അവൻ ദൈവവുമായി ഒന്നായി തീരുന്നത്. ഏത് പ്രശ്നങ്ങളിലും ദൈവത്തിൽ ആശ്രയിക്കാൻ സാധിക്കുക. എന്ത് പ്രശ്നങ്ങൾ വരട്ടെ, കാരണം ജീവിക്കുന്ന ലോകം പ്രശ്നങ്ങളുടെ ലോകമാണ്. പ്രശ്നമില്ലാത്തൊരു ജീവിതം ആർക്കുമില്ല. പക്ഷെ ആ പ്രശ്നങ്ങളിൽ ഞാൻ വിശ്വാസം അർപ്പിച്ച കർത്താവ് എൻ്റെ പ്രാർത്ഥന കേട്ട് എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് അറിവും ബോധ്യവും വിശ്വാസവും ഒരുവന്റെ ഹൃദയത്തിൽ ഉണ്ട് എങ്കിൽ അവിടെ ദൈവം ഇറങ്ങി വന്നിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അബ്രാഹാത്തോട് ദൈവം പറഞ്ഞു, നിന്റെ ഏകപുത്രൻ ഇസ്ഹാക്കിനെ കൊണ്ട് നീ ബലി കഴിക്കണമെന്ന് പറഞ്ഞപ്പോൾ കർത്താവ് അബ്രാഹാത്തിന് കൊടുത്ത വാഗ്ദാനം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിന്റെ പുത്രനായ ഇസ്ഹാക്കിലൂടെ ആയിരിക്കും ഞാൻ നിന്നെ അനുഗ്രഹിക്കാൻ പോവുക. അവൻ അനേകം രാജാക്കന്മാർക്ക് അവൻ പിതാവായിരിക്കും. ഇങ്ങനെയുള്ള ചില വാഗ്ദാനങ്ങൾ കാലാകാലങ്ങളിൽ അബ്രാഹാത്തിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. സങ്കീർത്തനം 62:11 വചനം ഇങ്ങനെ പറയുന്നുണ്ട്, കർത്താവ് ഒരു പ്രാവശ്യം അരുളി ചെയ്തു, ഞാൻ 2 പ്രാവശ്യം അത് കേട്ടു. കർത്താവ് ഒരു പ്രാവശ്യം അരുളി ചെയ്തു, ഞാൻ 2 പ്രാവശ്യം അത് കേട്ടു. എന്താണ് ആ വാക്കിൻ്റെ അർത്ഥം? വചനത്തിൻ്റെ അർത്ഥം, കർത്താവ് ഒരു പ്രാവശ്യം അരുളി ചെയ്യുന്ന കാര്യങ്ങൾ അത് നീ 2 പ്രാവശ്യം കേട്ടതിന് തുല്യമാണ്. കർത്താവ് 2 പ്രാവശ്യം പറയണമെന്നില്ല, ഒറ്റ പ്രാവശ്യമായിരിക്കും പറയുന്നത്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ പറയട്ടെ ബ്രദറെ, ഈ 37 വർഷത്തെ എൻ്റെ ആത്മീയ അനുഭവത്തിൽ ദൈവം എന്നോട് അരുളി ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അത് 1, 2, 3 ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഒറ്റ കാര്യം ഒരു പ്രാവശ്യം മാത്രം പറയും. അത് ഞാൻ വിശ്വാസത്തിലെടുത്തു, അത് ഞാൻ വിശ്വസിച്ചു, അത് ഞാൻ പ്രാവർത്തികമാക്കി. അതൊക്കെ എനിക്ക് വിജയമായിരുന്നു. ഹല്ലേലൂയ. അപ്പോൾ ഒരു പ്രാവശ്യം കേട്ടത്, ഇപ്പോൾ കർത്താവ് ആദത്തോട് പറഞ്ഞു, ഈ തോട്ടത്തിന് നടുവിലുള്ള വൃക്ഷത്തിൽ നീ പഴം നീ പറിക്കരുത്. ഒരു പ്രാവശ്യമേ പറഞ്ഞുള്ളൂ. പല ആൾക്കാരും ചോദിക്കും, എന്തുകൊണ്ടാണ് സാത്താൻ ചതിക്കാൻ വന്നപ്പോൾ, സർപ്പം വരെ കൊണ്ട് പാപം ചെയ്യിപ്പിച്ചപ്പോൾ എന്തുകൊണ്ടാണ് കർത്താവ് തടയാതെ പോയത്? എന്തുകൊണ്ടാണ് അവ്വയെ പിശാച് പ്രലോഭിപ്പിച്ചപ്പോൾ അവ്വ അത് ചെയ്യാൻ പോകുന്ന അറിഞ്ഞ് ദൈവം എന്തുകൊണ്ട് നിശബ്ദനായി? എന്തുകൊണ്ട് അവ്വ കൊണ്ട് ആദത്തിന് പഴം കൊടുത്തപ്പോൾ എന്തുകൊണ്ട് ആദം നിശബ്ദത പാലിച്ചു, ദൈവം നിശബ്ദത പാലിച്ചു? കാരണം ഒന്നേ ഉള്ളൂ, ദൈവം എപ്പോഴും ഒരു പ്രാവശ്യം അരുളി ചെയ്യും. അത് കേൾക്കുന്നവൻ 2 പ്രാവശ്യം കേട്ടത് തുല്യമായിരിക്കും. ദൈവം പുറകെ വന്നിട്ട് കുഞ്ഞ് ചെയ്യില്ലെന്ന് പറയാൻ പറ്റില്ല. തിരിച്ചറിയണം അത്. അപ്പോൾ ദൈവത്തിൻ്റെ വചനത്തിലൂടെ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന വചനങ്ങൾ അത് നമുക്ക് പരിശീലനങ്ങളായിട്ട് നമ്മൾ എടുക്കണം. ആ ദൈവത്തിൽ ആശ്രയത്വം കണ്ടെത്തിയ ഒരു ജനതയായിട്ട് ജീവിക്കണം പ്രിയപ്പെട്ടവരെ. ഒരു ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ വിജയമെന്ന് പറയുന്നത് അവൻ ദൈവത്തിൽ വെച്ചിരിക്കുന്ന ആശ്രയത്വമായിരിക്കും. പക്ഷെ ദൗർഭാഗ്യവശാൽ അനേകം ക്രൈസ്തവര്
യേശുവിൽ വിശ്വാസമുണ്ട്. പക്ഷെ ആ വിശ്വാസം ഹൃദയത്തിൻ്റെ ആഴത്തിലില്ല. ബാഹ്യമേതലത്തിൽ വിശ്വാസമുണ്ട്. പക്ഷേ പ്രശ്നങ്ങൾ വരുമ്പോൾ തൻ്റെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്, തനിക്ക് വേണ്ടി എന്തു ചെയ്യാൻ ഇറങ്ങി വരുമെന്ന് അറിഞ്ഞ് ആ ദൈവത്തെ കൊണ്ട് പ്രവർത്തിപ്പിക്കുവാൻ ശേഷിയുള്ള എത്ര വിശ്വാസികൾ നമുക്കുണ്ട്, നമ്മുടെ സമൂഹത്തിലുണ്ട്, സഭയിലുണ്ട്. കർത്താവ് ആഗ്രഹിക്കുകയാണ് തൻ്റെ ജനം തന്നെ അറിഞ്ഞ് തന്നെ വിശ്വസിച്ച് തന്നെ കൊണ്ട് ചെയ്യിപ്പിക്കണം. അതാണ് കർത്താവിൻ്റെ വചനം. ചോദിപ്പിൻ തരപ്പെടും, മുട്ടുവിൻ തുറക്കപ്പെടും, അന്വേഷിപ്പിൻ കണ്ടെത്തും. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ കേട്ടിട്ടുണ്ട്, സൂസനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ദാനിയേൽ 13 ഒരു നിരപരാധിനിയായ ഒരു കുടുംബിനിയായ സൂസന, അവളെ പ്രാപിക്കുവാൻ, അവളോടൊത്ത് പാപം ചെയ്യുവാൻ, വ്യഭിചാരം ചെയ്യുവാൻ ആഗ്രഹിച്ച ആ നാട്ടിലെ 2 ശ്രേഷ്ഠന്മാര്, 2 ന്യായാധിപന്മാർ, ജഡ്ജിമാര് സൂസനയുടെ വീട്ടിലാണ്, യോവാബിന്റെ വീട്ടിലാണ് ഇവര് ഓരോ പ്രശ്നങ്ങൾക്ക് വേണ്ടി ഈ ജഡ്ജിമാർ വരുന്നത്. അവർ വരുമ്പോഴെല്ലാം അവർ സൂസനെ കാണും. സൂസനയുടെ സൗന്ദര്യം അവരുടെ എന്താ പറയുക സുബോധം നഷ്ടപ്പെടുത്തി. 2 പേരും അറിയുകയാണ്, 2 പേർക്കും അവളോട് ആസക്തിയാണ്. അവളെ എങ്ങനെ കടിയപ്പെടുത്താൻ പറ്റുമ്പോൾ അവർ ആലോചിക്കുകയാണ്. അതിനുള്ള വഴി അവർ തന്നെ ഉണ്ടാക്കി വെച്ചു. കുളിക്കാൻ പോയ സൂസന ഇത് അവർ വാതിലടച്ചിട്ട് അവർ തന്നെ ബഹളം കൂട്ടി. അവർ പറഞ്ഞു, നീ ഞങ്ങളോട് സഹിച്ചാൽ നിനക്കൊന്നും സംഭവിക്കത്തില്ല. നീ സമ്മതിക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ വിളിച്ചു കൂട്ടി പറയും, നീ മറ്റൊരു യുവാവുമായി ഇവിടെ രമിക്കുന്നത് ഞങ്ങൾ കണ്ടു. ഞങ്ങൾ പറയുന്ന ആൾക്കാർ വിശ്വസിക്കും, നിന്നെ അവർ കല്ലെറിഞ്ഞ് കൊല്ലും. നോക്കണമേ, യഹൂദ നിയമപ്രകാരം അപ്രകാരം ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ ജനം സൂസനെ കല്ലെറിയും. ഇവർ പറയാണ്, നീ ഞങ്ങൾ ജഡ്ജികളാണ്, ജഡ്ജിമാരാണ് ഞങ്ങൾ, നീ സമ്മതിച്ചാൽ മാത്രം മതി, നിനക്കൊരു കുഴപ്പവും വരില്ല. ഇല്ലെങ്കിൽ ഞങ്ങൾ ലോകത്തോട് പറയും, ഞങ്ങൾ കണ്ടു, നിന്റെ കൂടെ ഒരു യുവാവിനെ കണ്ടു, നീ അവനുമായി ഇവിടെ രമിക്കുകയായിരുന്നു, ഞങ്ങൾ ഏറ്റു പറയും, നിന്റെ മരണമാണത്. സൂസന പറഞ്ഞു, ഒരു കാരണവശാലും എൻ്റെ ദൈവത്തിനെതിരെ ഞാൻ പാപം ചെയ്യാൻ തയ്യാറല്ല, ഞാൻ പാപം ചെയ്യാൻ തയ്യാറല്ല, ഞാൻ മരിക്കാൻ തയ്യാറാണ്. ആ സമയം അവിടെ വലിയ ബഹളമായി. സൂസന ഉച്ച നിലവിളിച്ചു. ആൾക്കാർ ഓടിക്കൂടി. വന്നപ്പോൾ ജഡ്ജിമാർ പറയുകയാണ്, ഞങ്ങൾ കണ്ടു, ഇവളൊരു യുവാവുമായി പ്രണയത്തിലായിരുന്നു, അവർ രമിക്കുകയായിരുന്നു. ഈ ജഡ്ജിമാർ പറഞ്ഞ വാക്കുകൾ ജനങ്ങൾ വിശ്വസിച്ചു. അടുത്ത ദിവസം ഇവളെ കൊല്ലുവാൻ വേണ്ടി, കല്ലെറിഞ്ഞ് കൊല്ലാൻ വേണ്ടി ഇത് വിധി പ്രസ്താവിച്ചു. ആ വിധി പ്രസ്താവിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, അവളുടെ സൗന്ദര്യം ആസ്വദിക്കാൻ വേണ്ടി അവിടെ മുഖം മറിച്ച് മൂടുപടം എടുത്തു മാറ്റാൻ അവർ ആജ്ഞാപിച്ചു. എന്നിട്ട് അവർക്ക് അവർ മരണശിക്ഷ വിധിക്കുകയാണ്, കല്ലെറിഞ്ഞ് കൊല്ലാൻ. ആ മരണശിക്ഷ വിധിക്കപ്പെട്ടപ്പോൾ സൂസൻ ഇതാണ് ചെയ്തത്. അവൾ സ്വർഗത്തിലേക്ക് ദൃഷ്ടികൾ ഉയർത്തി അവൾ വിളിക്കുകയാണ്, നിത്യനായ ദൈവമേ, എല്ലാം അറിയുന്നവനെ, എനിക്കെതിരായി ഇവർ ആരോപിച്ചിരിക്കുന്ന ഈ കുറ്റങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ല എന്ന് അങ്ങ് അറിയുന്നുവല്ലോ. ഇവർ എനിക്ക് എതിരായി ആരോപിച്ചിരിക്കുന്ന ഈ കുറ്റങ്ങൾ ഞാൻ ചെയ്തിട്ടില്ല എന്ന് അങ്ങ് അറിയുന്നുവല്ലോ. ആരറിയുന്നുവല്ലോ എന്നാണ്? ദൈവമേ, അങ്ങ് അറിയുന്നുവല്ലോ. അത് സ്വർഗത്തെ പിടിച്ച് കുലുക്കിയ ഒരു നിലവിളി. കാരണം അവള് നിരപരാധിനിയാണ്. അവൾ വിളിച്ചു പറയാണ്, ദൈവമേ, അങ്ങ് അറിയുന്നുവല്ലോ, എൻ്റെ മേൽ ആരോപിച്ച കുറ്റം ഞാൻ ചെയ്തിട്ടില്ല എന്ന് അവിടുന്ന് സാക്ഷിയാണ്, അങ്ങേക്ക് അറിയാം. സ്റ്റിൽ എന്നിട്ടും ഇതാ എൻ്റെ മേൽ കുറ്റം ആരോപിക്കപ്പെട്ടിരിക്കുകയാണ്. സൂസനയുടെ നിലവിളി ആ സ്വർഗത്തെ പിടിച്ചു കുലുക്കുകയാണ്. ആ നിമിഷം തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവിടെ ഉണ്ടായിരുന്ന ഒരു യുവാവായ ദാനിയേലിലേക്ക് ഇറങ്ങി വരികയാണ്. ദാനിയേലിൽ പെട്ടെന്ന് അഭിഷേകം എന്ന് നിറഞ്ഞു. ദാനിയേൽ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ ഇസ്രായേൽ കന്യകയെ നിങ്ങൾ തെറ്റായി കുറ്റം വിധിച്ചിരിക്കുന്നു. ഈ 2 ശ്രേഷ്ഠന്മാർ പറഞ്ഞത് വ്യാജമാണ്, വീണ്ടും വിചാരണ നടത്തണം. അങ്ങനെ ഒരു പുനർവിചാരണ ദാനിയേൽ എന്ന യുവാവിനോട് നടത്തപ്പെടുകയാണ്. ദാനിയേൽ 2 ശ്രേഷ്ഠന്മാരെയും 2 ഇടങ്ങളിലേക്ക് മാറ്റി നിർത്തി എന്നിട്ട് ചോദ്യം ചെയ്യുകയാണ് ഓരോരുത്തരെയും. ആ 2 പേരും പറഞ്ഞത് നുണയാണ് എന്ന്
ദാനിയേൽ അവിടെ തെളിയിച്ചു കൊടുത്തു. ദാനിയേൽ തെളിയിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും ജനം എന്തു ചെയ്തു? ആ രണ്ട് ന്യായാധിപന്മാർ, രണ്ട് ശ്രേഷ്ഠന്മാരെ അവർ കല്ലെറിഞ്ഞ് കൊന്നു. നിരപരാധിനിയായ സൂസന അന്ന് രക്ഷപ്പെട്ടു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൾ ദൈവത്തിലാണ് ആശ്രയിച്ചത്. തന്റെ മരണ മുമ്പിൽ വന്നപ്പോൾ അവൾ ആ ശ്രേഷ്ഠന്മാരോടോ തൻ്റെ ഭർത്താവിനോടോ മാതാപിതാക്കളോടോ നാട്ടുകാരോടോ അവളൊന്നും പരാതി പറയുന്നില്ല. മറിച്ച് അവള് ദൈവത്തെ വിളിക്കുകയാണ്, കർത്താവേ, ദൈവമേ, ഇവരെന്നെ ആരോപിച്ച കുറ്റം ഞാൻ ചെയ്തിട്ടില്ല എന്ന് അങ്ങറിയുന്നുവല്ലോ. ഞാൻ നിരപരാധിയാണെന്ന് അങ്ങ് അറിയുന്നുവല്ലോ. ആ നിരപരാധിനി, അവൾക്ക് നീതി കൊടുക്കേണ്ട ഉത്തരവാദിത്വം അപ്പോൾ കർത്താവിൻ്റെതായിട്ട് മാറി. കാരണം അവൾ ആശ്രയം കണ്ടെത്തിയത് കർത്താവ് ദൈവത്തിലാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് സ്വർഗം തുറക്കപ്പെട്ട പരിശുദ്ധാത്മാവ് അവിടെ ദാനിയേൽ എന്ന യുവാവിനെ ഇറങ്ങി വന്നുകൊണ്ട് അവരിലൂടെ സംസാരിച്ച് കുറ്റവിചാരണ നടത്തി. രണ്ടുപേരും കുറ്റക്കാരാണെന്ന് കണ്ട് ഇതാ സൂസനയ്ക്ക് കൊടുത്ത ആ വിധി അവർക്ക് ലഭിക്കുകയാണ്. അവർ വധിക്കപ്പെടുകയാണ്. സൂസന രക്ഷപ്പെട്ടു. ദൈവത്തിൽ ഒരുവൻ ആശ്രയിക്കുമ്പോൾ, ദൈവത്തിൽ മുറുകെ പിടിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഒരു തിന്മയ്ക്കും തൊടുക സാധ്യമല്ല. എത്ര വലിയ പ്രശ്നമാകട്ടെ. ഞാൻ പറഞ്ഞൊരു സാക്ഷ്യമുണ്ട്. 1994 ആണ്ടിൽ പാലായ്ക്കടുത്തൊരു സ്ഥലമാണ് അടിവാരം. അത് മുഴുവൻ വലിയ മലകളാണ്, ചുറ്റും കൊടുമുടികൾ പോലെ മലകളാണ്, പർവ്വതങ്ങളാണ്. അവിടെ തുടർച്ചയായി പെയ്ത മഴയിൽ 200-ലധികം സ്ഥലങ്ങളിൽ മല ഇടിഞ്ഞു, ഉരുളുപൊട്ടലുണ്ടായി. ആ ഉരുളുപൊട്ടലിൽ, ആ മലയിടിച്ചിലിൽ വലിയ വൻമരങ്ങളാണ് മലമുകളിൽ നിന്ന് ഉരുണ്ട് താഴെ വെള്ളം കൊണ്ടുപോകുന്നത്. ഒത്തിരിയേറെ വീടുകൾ നഷ്ടപ്പെട്ടു. അങ്ങനെ ആ ഒരു ദുരന്തം അവിടെ സംഭവിച്ച ഒരു ദിവസം അവിടെ ഒരു വീട്ടിൽ പഠിച്ചുകൊണ്ടിരുന്നൊരു മകൾ, പാലാ എന്ന സ്ഥലത്ത് അൽഫോൺസ കോളേജിൽ +2 പഠിച്ചിരുന്ന ഒരു വിദ്യാർത്ഥിനി, അവൾ തൻ്റെ വീട്ടിലിരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വീട്ടിൽ അപ്പനില്ല അമ്മയിൽ ആരും ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് അവൾ പഠിച്ചുകൊണ്ട സമയത്താണ് തൻ്റെ വീടിൻ്റെ മുകളിൽ മലയിടിഞ്ഞ് ഇതാ ഉരുളുപൊട്ടി ഇവളുടെ വീടിൻ്റെ മേലെ വന്ന് വെള്ളം തള്ളുകയാണ്. ശബ്ദം കേട്ട് ഇവൾ നോക്കുമ്പോഴുണ്ട് വീടിനകത്തൊക്കെ വെള്ളം കയറി വന്നു കഴിഞ്ഞു. ഇവൾ ഇറങ്ങി ഓടി. പക്ഷെ ഓടിയെങ്കിലും അതിലും വേഗത്തിൽ വന്ന വെള്ളപ്പൊക്കം, പെരുവെള്ളം ഇവളെ തട്ടിയിട്ടു. വെള്ളം ഒഴുക്കിക്കൊണ്ട് പോവുകയാണ്. ഇവൾ ഉറക്കം നിലവിളിക്കുകയാണ്. അപ്പനെ വിളിക്കുന്നു, അമ്മയെ വിളിക്കുന്നു, ചേട്ടന്മാരെ വിളിക്കുന്നു, രക്ഷിക്കണേ. അവരെല്ലാം വിളിച്ചു. ആരുടെ സഹായം കിട്ടുന്നില്ല അവർക്ക്. ആ വെള്ളം അവളെ കൊണ്ടുപോയി ഒരു കുഴിയിൽ ചെന്ന് വീണു. അവൾ എഴുന്നേക്കാൻ ശ്രമിച്ചപ്പോഴേക്കും അവളുടെ മേൽ ചെളിയും മണ്ണും വന്ന് വീണ് അവളുടെ കഴുത്തോളം നിമിഷം കൊണ്ട് മൂടി. അവൾ കാണുകയാണ് മുകളിൽ നിന്ന് ഒരു വലിയ പാറ ഉരുണ്ട് വരികയാണ്. അത് നേരെ വരുന്ന തൻ്റെ മേലെയാണ് വരാൻ പോകുന്നത്. താൻ ആ പാറയ്ക്കടിയിൽ അമർന്നു പോയാൽ അവിടെ തൻ്റെ ജീവിതം അവസാനിച്ചു. അവിടെ മരണത്തെ അവൾ മുമ്പിൽ കണ്ടു. ആ മകൾ ആ നിമിഷം വിളിക്കുകയാണ്, യേശുവേ എന്നെ രക്ഷിക്കണമേ, യേശുവേ എന്നെ രക്ഷിക്കണമേ. അടുത്ത വിളിയിൽ അവൾ ബോധം കെട്ടുപോയി. അവൾ ബോധം കെട്ടു. കുറെ കഴിഞ്ഞപ്പോഴേക്കും എല്ലാം ശാന്തമായി. രാത്രിയായി. ആളുകൾ അന്ന് ലഭിക്കുമായിരുന്ന വിളക്കുകൾ, പെട്രോമാക്സും ചിമ്മിനി വിളക്കുകൾ എടുത്തുകൊണ്ട് അവിടെ മുഴുവൻ തേടുകയാണ്. ഈ മണ്ണ് ഒഴുകിപ്പോയ സ്ഥലങ്ങളൊക്കെ ആരെങ്കിലും ഏതെങ്കിലും ഡെഡ് ബോഡി, ശവശരീരമുണ്ടോ? അങ്ങനെ അവർ നോക്കി പോകുമ്പോൾ അവർ കണ്ടത് മണ്ണിൻ്റെ മുകളിൽ ഒരു തല മാത്രം കാണാം. ഒരു തല മാത്രം, താടിയോളം മണ്ണ് മൂടിയിരിക്കുന്നു. ആ തല മാത്രം മണ്ണിൻ്റെ മുകളിലുണ്ട്. അവർ മണ്ണ് മാറ്റി അവളുടെ ശരീരം പുറത്തെടുത്തു. ജീവനുണ്ടെന്ന് മനസ്സിലായി. ഒരു പെൺകുട്ടിയാണത്. അവരവളെ വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, പാലാ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ അഡ്മിറ്റ് ചെയ്തു. ഇവൾക്ക് ബോധമുണ്ടായിരുന്നില്ല. 3 ദിവസങ്ങൾ അബോധാവസ്ഥയിൽ കിടന്നു. 3 ദിവസം കഴിയുമ്പോഴാണ് അവൾ ബോധം തെളിയുന്നത്. അപ്പോഴാണ് അവൾ അറിയുന്നത് തൻ്റെ ഇടത് കരം തളർന്നു പോയിരിക്കുന്നു. ഇടത് കരത്തിൽ ഭയങ്കരമായ വേദന, ചലിപ്പിക്കാൻ പറ്റുന്നില്ല. കോളർ ബോൺ തകർന്നുപോയി, ഷോൾഡർ ബോൺ തകർന്നുപോയി, കൈക്ക് ജീവനില്ല, കൈ തളർന്നു പോയി. ഡോക്ടർമാർ ഓപ്പറേഷൻ നടത്തി. പക്ഷേ കൈക്കൊന്നും തിരിച്ച് ജീവൻ കൊടുക്കാൻ പറ്റിയില്ല. അങ്ങനെ 6 മാസമായി ഈ ഒരു ഇടതുകരം അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റുമായിരുന്നില്ല. ആ സമയത്താണ് അവിടെയുള്ള ഇടവക ദേവാലയത്തിൽ ഒരു ധ്യാനവുമായിട്ട് ഞങ്ങൾ കടന്നു ചെല്ലുന്നത്. അവിടെ ചെന്നപ്പോൾ ഞാൻ കണ്ട കാഴ്ചയുണ്ട്. അതിന് കൂടെ ഉണ്ടായിരുന്ന സണ്ണി ബ്രദർ ഇവിടെ ഇരിപ്പുണ്ട്.
ശോഭ സഹോദരി ഉണ്ടായിരുന്നു ഞാൻ വിചാരിക്കുന്നു. ആ ധ്യാനത്തിന് നിങ്ങൾ കണ്ട കാഴ്ചയാണ്. ചുറ്റുപാടുള്ള മരങ്ങളൊക്കെ ഇടിഞ്ഞ് താഴേക്ക് വന്നു. വലിയ വൻ മരങ്ങളൊക്കെ റോഡിലിങ്ങനെ അറുത്ത് മുറിച്ചിട്ടിട്ടുണ്ട്. ആ പള്ളിയിൽ ആ ധ്യാനം നടക്കുന്നു. 3 ദിവസം കഴിഞ്ഞു. 4-ാം ദിവസം രാവിലെ ഞാൻ താമസിച്ചിരുന്ന മുറിയിൽ വാതിൽക്കൊന്ന് ആരോ തട്ടി. ഞാൻ വാതിൽ തുറന്നപ്പോൾ ഒരു പെൺകുട്ടിയാണ്. ചെന്തുപറ്റി ധ്യാനം തുറക്കാൻ സമയമായിട്ടില്ല, രാവിലെ 8 മണി ആയിട്ടില്ല. പിന്നെ നീ എന്താ രാവിലെ ഇവിടെ വന്നത്? അവളൊന്ന് കരയാണ്. ബ്രദറെ, എനിക്ക് നന്ദി പറയാൻ ഞാൻ ഓടി വന്നതാണ്. ചിന്താൻ പറ്റിയത്. അപ്പോൾ ആ മകൾ പറഞ്ഞ സംഭവങ്ങളാണ് ഇതെല്ലാം. 6 മാസം മുമ്പ് താൻ വീട്ടിൽ പഠിച്ചുകൊണ്ട സമയത്ത് ഉരുളുപൊട്ടി, വലയിടിഞ്ഞ് വന്നു. ഓടി രക്ഷപ്പെടാൻ നോക്കി. ചേട്ടന്മാരെ വിളിച്ചു, അപ്പനെ അമ്മയൊക്കെ വിളിച്ചു. ആരും എന്നെ വിളി കേൾക്കാനുണ്ടായിരുന്നില്ല. ഞാൻ ചെന്നൊരു കുഴി ചെന്ന് വീണ് വെള്ളം വന്ന് എന്നെ മൂടിയപ്പോൾ, എന്നെ കഴുത്തോളം മൂടുമ്പോൾ ഞാൻ മനസ്സിലായി ഞാൻ മരിക്കുകയാണ്. രക്ഷിക്കാൻ ആർക്കും പറ്റില്ല. കാരണം എൻ്റെ ശരീരം മുഴുവനും മണ്ണ് മൂടിക്കഴിഞ്ഞിരുന്നു. എനിക്ക് എഴുന്നേക്കാൻ പറ്റുമായിരുന്നില്ല. ആ നിമിഷം ഞാൻ ഉറക്കെ വിളിച്ച് യേശുവിനെയാണ് വിളിച്ചത്. യേശുവേ, എന്നെ രക്ഷിക്കണമേ. എനിക്ക് അങ്ങനെ വിളിക്കാനാണ് തോന്നിയത്. അങ്ങനെ വിളിച്ചു. ഞാൻ അടുത്ത നിമിഷം ഞാൻ ബോധം കെട്ടുപോയി. കാരണം ഞാൻ കണ്ടത് മുകളിൽ നിന്ന് വരുന്ന പാറകളും കല്ലുകളുമാണ് ഞാൻ കണ്ടത്. ഭയന്ന് ഞാൻ ബോധം കെട്ടുപോയി. പിന്നെ ഞാൻ അറിയുന്നു 3 ദിവസം കഴിഞ്ഞപ്പോഴാണ് ആ പാലായിലെ ഗവൺമെൻറ് ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ട് എപ്പോഴാണ് അറിയുന്നത് എൻ്റെ കൈ ഇടതുകാരം തളർന്നു പോയിരിക്കുന്നു. ഞാൻ ഈ 3 ദിവസം ഇവിടെ നിന്ന് ധ്യാനം കൂടി. ഇന്നലെ വൈകുന്നേരം ഇടവക ധ്യാനമാണ്. രാവിലെ വരും, വൈകുന്നേരം ആൾക്കാർ മടങ്ങിപ്പോകും. അവൾ പറയുകയാണ്, ഇന്നലെ വൈകുന്നേരം ധ്യാനം കഴിഞ്ഞ് ഞാൻ തിരിച്ചു പോകുമ്പോൾ എനിക്ക് വലിയ വിഷമമുണ്ടായിരുന്നു. കർത്താവേ, എൻ്റെ ഇടതുകരം, എൻ്റെ ഈ ചെറുപ്രായത്തിൽ എൻ്റെ കാര്യം തളർന്നു പോയല്ലോ ദൈവമേ, എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ഈ ഒരു വേദന എൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്നു. ഞാൻ നടന്നു പോവുകയാണ്. ഞാൻ മാത്രമേ ഉള്ളൂ, എൻ്റെ കൂടെ ആരും ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് ഒരു സ്വരം ഞാൻ കേട്ടു. എൻ്റെ പിറകിൽ നിന്ന് എൻ്റെ പേര് വിളിക്കുകയാണ്, ഷെർലി. അവളുടെ പേര് ഷെർലി എന്നായിരുന്നു. പെട്ടെന്ന് ഞാൻ തിരിഞ്ഞു നോക്കി, ആരാണ് എന്നെ വിളിച്ചത്? ഞാൻ ആരെയും കണ്ടില്ല. ഞാൻ വീണ്ടും മുന്നോട്ട് നടന്നു. കുറച്ച് നടന്നപ്പോൾ വീണ്ടും ആ സ്വരം ഞാൻ കേട്ടു, എന്നെ വിളിക്കുന്നു, ഷെർലി. ഞാൻ അവിടെ നിന്നു. ഞാൻ ചുറ്റുപാട് നോക്കി, ആരെയും കണ്ടില്ല. എന്നെ ആരാണ് വിളിച്ചത് മനസ്സിലായില്ല. ഞാൻ വീണ്ടും മുന്നോട്ട് നടന്നു. എൻ്റെ വീട് എത്താറായപ്പോൾ വീണ്ടും ആ വിളി ഞാൻ കേട്ടു, ഷെർലി. ഞാൻ അവിടെ നിന്നു. ആ സമയത്ത് ഞാൻ മനസ്സിലായി, ഞാൻ തിരിച്ചറിയുന്നു, എൻ്റെ തൊട്ടടുത്ത് ആരോ നിൽക്കുന്നു. എനിക്ക് ആരെയും കാണാനില്ല, പക്ഷെ എൻ്റെ അടുത്ത് ആരോ ഒരാൾ നിൽക്കുന്നു. എന്നോട് പറയുന്നു, കുഞ്ഞെ, നിന്റെ ഇടതുകരം ഉയർത്തുക. എൻ്റെ ഇടതുകരം തളർന്നുപോയ കരം, ആ കയ്യിൽ എൻ്റെ അടുത്തുനിന്ന് ആളൊന്ന് പിടിച്ചു. എൻ്റെ കൈ മുകളോട്ട് പൊങ്ങി. എൻ്റെ കൈ പൂർണ്ണമായ സുഖം പ്രാപിച്ചു. ബ്രദറെ, ഇത് പറയാൻ വേണ്ടി ഞാൻ വന്നിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. നിലവിളി കേൾക്കുന്ന കർത്താവാണ് നമ്മുടെ കർത്താവ്. നോക്കണമേ, ആ മകളോടുള്ള യേശുവിന്റെ സ്നേഹം. പേര് വിളിച്ച് അടുത്ത് എന്ന് ആ കർത്താവ് തന്നെ അവിടെ കയ്യിൽ പിടിച്ച് ആ കൈ പൊക്കി മുകളിലേക്ക്. എൻ്റെ മോള് പറയാണ്, നന്ദി കൊണ്ട് ഞാൻ ഓടി വന്നതാണ് ബ്രദറെ. സാക്ഷ്യപ്പെടുത്തണമെങ്കിൽ വൈകുന്നേരമാകില്ലേ? എനിക്കിത് പറയാതിരിക്കാൻ പറ്റില്ല. എൻ്റെ കർത്താവിനെ സുഖപ്പെടുത്തി നന്ദി പറയാൻ വേണ്ടി ഞാൻ വന്നതാണ്. ജീവിക്കുന്നൊരു ദൈവം ഏത് നിമിഷത്തിലും എവിടെയും ആരെയും സുഖപ്പെടുത്തുവാൻ മതിയായവൻ ശക്തനായ കർത്താവ് നമ്മുടെ മധ്യത്തിലുണ്ട്. പ്രിയപ്പെട്ടവരെ, നാം അത് അറിയണം, നാം വിശ്വസിക്കാൻ നമ്മൾ തയ്യാറാകണം. ഞാൻ ഇടവകയെ പറ്റി ഒരു വാക്ക് പറയട്ടെ. ഇടവകയെക്കുറിച്ച് അവിടെ ചെന്നപ്പോൾ അവിടുത്തെ ഇടവകയിലെ പുരോഹിതൻ എന്നോടൊരു കാര്യം പറഞ്ഞു. ഈ ഇടവകയിൽ കഴിഞ്ഞ കുറേ കാലങ്ങളായി ഭയങ്കര പ്രശ്നങ്ങളാണ്. ഇവിടുത്തെ മുമ്പുണ്ടായിരുന്ന വികാരീശ്വരമായി ഭയങ്കരമായ പ്രശ്നങ്ങളായിരുന്നു. അദ്ദേഹത്തെ സ്ഥലം മാറ്റി ഞാനിവിടെ വന്നു. പക്ഷെ പുരോഹിതൻ പറയുകയാണ്, സാധാരണ പള്ളികളിൽ വിശുദ്ധ കുർബാനയുടെ തിരുനാളുണ്ട്. ഈ പള്ളിയിലും ഒരു കുർബാനയുടെ തിരുനാളുണ്ടായിരുന്നു. പൗരോഹിത്യ വസ്ത്രങ്ങൾ ധരിച്ച് ദിവ്യകാരനാഥനായ ഈശോയെ കൈകളിൽ എടുത്തുകൊണ്ട് ദേവാലയത്തിനകത്തൂടെ ആ പ്രദക്ഷിണമായിട്ട് ഞാൻ കടന്നു വരുമ്പോൾ ഒരു സ്ത്രീയും ഏതാനും പേരും ചേർന്ന് വന്ന് മുമ്പിൽ നിന്നു തടഞ്ഞു. നടത്താൻ പറ്റില്ല, നടത്താൻ പാടില്ല, അതൊരു സംഘർഷമായിട്ട് മാറും. അച്ഛൻ പറഞ്ഞു, ഞാൻ നിർത്തി.
ഞാനത് നടത്തിയില്ല, തിരിച്ചുപോയി. ഒരു പുരോഹിതനുണ്ടായിരുന്ന ആ സ്ത്രീയുടെ അല്ലെങ്കിൽ ഒരു കുടുംബത്തിൻ്റെ വെറുപ്പ്, അതുമാത്രമല്ല അവിടുത്തെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി രൂപതയുടെ മെത്രാൻ ആ പള്ളിയിൽ വരികയാണ്. അദ്ദേഹം വരുന്ന ഇടവ സന്ദർശനമാണ്. അദ്ദേഹം വരുന്നതറിഞ്ഞ് ആ പള്ളിയിലേക്കുള്ള വഴികൾ മുഴുവൻ ഇരുവശങ്ങളുമായി കുറേ മനുഷ്യർ തൂക്കിയിട്ടത് പൂക്കളല്ല, പഴയ ചെരുപ്പുകളാണ്. ഇരുവശങ്ങളായി അവരെ ചെരുപ്പുകൾ തൂക്കിയിട്ടു. ഒരു മെത്രാനെ അധിക്ഷേപിക്കുന്ന, അപമാനിക്കുന്ന, അപഹേളിക്കുന്ന അവഹേളകരമായ ഒരു പ്രവൃത്തി. ഇത്രമാത്രം തിന്മ ചെയ്തൊരു ദേശം. അപ്പോൾ ഇതൊക്കെ ഞാൻ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ പ്രസംഗത്തിൽ ഞാൻ ആ ജനത്തോട് ഞാൻ പറഞ്ഞു, എന്തുകൊണ്ടാണ് ഇവിടെ നിങ്ങൾക്ക് സംരക്ഷണം കിട്ടാതെ പോയത്? എന്തുകൊണ്ടാണ് ഇങ്ങനെ മലയിടിഞ്ഞത്? നിങ്ങളുടെ തന്നെ തെറ്റുകളാണ്, നിങ്ങളുടെ തന്നെ കുറ്റങ്ങളാണ്. കൃത്യമായിട്ട് കർത്താവിനെ തിരുശരീരം വഹിച്ചുകൊണ്ട് ഒരു പ്രദർശനത്തെ ഇവിടെ തടഞ്ഞപ്പോൾ അത് പൈശാചിക പ്രവൃത്തിയായി. ഒരു രൂപതാ മെത്രാനെ ഇവിടെ ഇതിലൊക്കെ നിങ്ങൾ ചെരുപ്പുകൾ തൂക്കിയിട്ട് അവഹേളിച്ചത് എത്രയോ വലിയ മനോവേദനയായി ആ ദൈവത്തിന് മുമ്പിൽ മാറിയിട്ടുണ്ട്. ആ പ്രഘോഷം കഴിഞ്ഞപ്പോൾ അവിടുത്തെ കമ്മിറ്റിക്കാരെന്നെ കാണാൻ വന്നു. അവർ ചോദിച്ചു, ബ്രദറെ എന്താണ് ചെയ്യേണ്ടത്? ഞങ്ങൾക്കറിയാം തെറ്റാണ് സംഭവിച്ചതെന്നറിയാം. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സംരക്ഷണമില്ല. ഈ ചെയ്തുപോയ പ്രവൃത്തിയിലൂടെയാണ് ഇത്രമാത്രം ഈ 200-ലധികം സ്ഥലത്ത് മലയിടിച്ചിലുണ്ടായിരിക്കുന്നത്. നിങ്ങളൊരു കാര്യം ചെയ്യണം. നിങ്ങൾ ഇടവകയെ പ്രതിനിധീകരിച്ച് നിങ്ങൾ കമ്മിറ്റിക്കാർ പള്ളി അരമനയിൽ ചെന്ന് അഭിനന്ദ പിതാവിനോട് ക്ഷമ പറയണം ഇടവകയ്ക്ക് വേണ്ടി. ഒരേ മനസ്സിൽ പറഞ്ഞു, ഞങ്ങൾ പോകാം, ഞങ്ങൾ ചെയ്യാൻ തയ്യാറാണ്. ധ്യാനം കഴിഞ്ഞ് ഞങ്ങൾ ഇവിടുന്ന് പോയി. ധ്യാനത്തിൻ്റെ അവസാനത്തെ പ്രഘോഷണത്തിൽ ഒരു വാഗ്ദാനം ആ ജനത്തിന് പോയി. അത് ഞാൻ കൊടുത്തതല്ല, എൻ്റെ അഭിഷേകത്തിൽ അവിടെ വന്നതായിരുന്നു. ഈ നിങ്ങൾ കേട്ട വചനപ്രകാരം വിശുദ്ധമായിട്ട് നിങ്ങൾ ജീവിക്കുന്നെങ്കിൽ, നിങ്ങൾ യേശുവിന് സാക്ഷ്യം വെച്ച് ജീവിക്കുന്നെങ്കിൽ ഈ പ്രദേശത്തിന് ഒരു സ്ഥലത്ത് പോലും ഒരു മലയും ഇടിയില്ല. ഇതായിരുന്നു അവർക്ക് ലഭിച്ച വാഗ്ദാനം. ആ കമ്മിറ്റിക്കാർ പോയി മെത്രാനെ കണ്ട് മാപ്പ് പറഞ്ഞു. അവർ ഐക്യത്തിലും സ്നേഹത്തിലും ജീവിച്ചു. ഈ സംഭവത്തിന് ശേഷം 20 വർഷം കഴിഞ്ഞപ്പോൾ ആ ദേശവാസി കന്യാസ്ത്രീ അവര് ഒരാവശ്യത്തിന് വേണ്ടി എന്നെ വിളിക്കുകയാണ്. നമ്മുടെ കൂട്ടായ്മയിലുള്ള കൽപ്പറ്റയിലുള്ള ബ്രദർ ജോയി, ആ ബ്രദർ വഴിയാണ് എന്നെ വിളിക്കുന്നത്. അപ്പോൾ ആ കന്യാസ്ത്രീനോട് പറയുകയാണ്, ബ്രദറെ 1994 ഞങ്ങളുടെ ഇടവകയിൽ വന്ന് അവിടുന്ന് ധ്യാനം നടത്തിയിരുന്നല്ലോ. അന്ന് അവിടെ ഒരു വാക്ക് പറഞ്ഞിരുന്നു, അവസാനം നിങ്ങൾ വിശുദ്ധമായിട്ട് ജീവിച്ചാൽ ഇവിടെ ഒരു മല ഇടിയില്ല എന്ന്. 20 വർഷമായി അതിലും വലിയ മഴയോടെ പെയ്തിട്ടുണ്ട്, ഒരു സ്ഥലത്ത് പോലും പിന്നെ മല ഇടിഞ്ഞിട്ടില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വാക്ക് ദൈവത്തിൻ്റെ വാക്കാണ്, അതിനെ മാറ്റാൻ ആർക്കും പറ്റില്ല. അപ്പോൾ മനുഷ്യൻ്റെ അതിക്രമങ്ങളും പാപങ്ങളും ശത്രുവിന് അവസരമാണ് നമ്മൾ ആക്രമിക്കപ്പെടാൻ വേണ്ടിയിട്ട്. ഞാൻ ആരംഭത്തിൽ നിങ്ങളോട് ഞാൻ പറഞ്ഞു, ആ തിരുവനന്തപുരത്ത് വെച്ച് ആ മീറ്റിംഗ് കർത്താവ് പറഞ്ഞ് അവരോട് പറഞ്ഞു, നിങ്ങൾ കരയുടെ കാവൽക്കാരാണ്. വസ്തുതയിൽ എനിക്കറിയില്ല എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത്. പക്ഷെ ആത്മാവിൽ ഞാൻ അപ്പോൾ മനസ്സിലാക്കി, ക്രൈസ്തവരായി ജീവിക്കാൻ വിളിക്കപ്പെട്ട ആ ജനം അവർ കടലിൽ മീൻ പിടിക്കാൻ പോകുന്നവരാണ്. പക്ഷേ ഇവിടെ കടൽ കയറാതിരിക്കണമെങ്കിൽ ഇവിടെ കടൽ ഭിത്തിയല്ല നിങ്ങളെ സഹായിക്കേണ്ടത്. നിങ്ങൾ വിശുദ്ധമായിട്ട് ജീവിച്ചാൽ, നിങ്ങൾ ദൈവത്തിൻ്റെ വചനപ്രകാരം ജീവിച്ചാൽ ഇവിടെ ഒരു കടലേറ്റവും ഉണ്ടാകില്ല, ഒരു തിന്മയുടെ വരില്ല, ഒരു ചുള്ളിക്കൊടുങ്ങാരുടെ വരില്ല. ഇതാണ് അന്ന് അവർക്ക് ലഭിച്ച വാഗ്ദാനം. ഒറ്റ കാര്യം കർത്താവ് പറഞ്ഞു, നിങ്ങൾ കരയുടെ കാവൽക്കാരാണ്, കടലിൻ്റെയും. അതിങ്ങനെയായിരിക്കണം കാവൽക്കാരാകേണ്ടത്. ദൈവത്തിൻ്റെ വചനമനുസരിച്ച് വിശുദ്ധമായി ജീവിക്കുന്നെങ്കിൽ ഒരു തിന്മയും നിങ്ങൾ തൊടില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നും അതാണ് വാഗ്ദാനം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സംരക്ഷണം നമുക്ക് എന്തുകൊണ്ട് നമ്മൾ സംരക്ഷിക്കപ്പെടുന്നില്ല? എന്തുകൊണ്ടാണ് ക്രൈസ്തവർ ആക്രമിക്കപ്പെടുന്നത്? ദൈവം വിട്ടുകൊടുത്തിട്ടല്ലത്, ദൈവത്തിൻ്റെ പദ്ധതിയല്ലത്. ഞാൻ പഠിച്ചൊരു പാഠമുണ്ട്,
എന്നെ വിളിച്ച ദൈവം അവിടുന്ന് പരിശുദ്ധനാണ്. ആ ദൈവത്തിൻ്റെ സ്വന്തം മകൻ എന്നെ വിളിച്ചു. 1 പത്രോസ് 2:9 കർത്താവിൻ്റെ വചനം. 1 പത്രോസ് 2:9 നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട വംശവും രാജകീയ പുരോഹിത ഗണവും വിശുദ്ധ ജനതയും ദൈവത്തിൻ്റെ സ്വന്തവുമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ വ്യക്തി ജീവിതത്തിൽ അതാകാൻ വേണ്ടി ഞാൻ വലിയ യുദ്ധം നടത്തിയിട്ടുണ്ട്. കാരണം ദൈവം എന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ഞാൻ അറിഞ്ഞു ഞാനൊരു രാജകീയ പുരോഹിത ഗണമാണ്, ഞാനൊരു വിശുദ്ധ ജനതയായിരിക്കണം. കാരണം എൻ്റെ ദൈവത്തിൻ്റെ രാജ്യം വിശുദ്ധമായതുകൊണ്ട് ഞാൻ അവിടുത്തെ മുമ്പിൽ വിശുദ്ധനായിട്ട് ജീവിക്കണം. ഞാൻ അവിടുത്തെ സ്വന്തമായിരിക്കണം. ദൈവം എന്നെ സ്വന്തമാകും. സ്വന്തമാകുമ്പോൾ ആ ദൈവത്തെ കൊണ്ട് എനിക്ക് എന്തും ചെയ്യാൻ സാധിക്കും. ഹല്ലേലൂയ. ഇന്ന് ഈ ഒരു ശുശ്രൂഷ ഇവിടെ എടുത്തതിൻ്റെ കാരണം അതാണ്. എൻ്റെ ദൈവത്തെ കൊണ്ട് എന്തും ചെയ്യിപ്പിക്കാൻ സാധിക്കുമെന്ന അറിവും ഉറപ്പുമാണ് ഇന്ന് ഇവിടെ വന്ന് പ്രഘോഷിക്കാൻ കാരണമായിട്ട് മാറിയത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഞാൻ ആ സമരപ്പന്തലിൽ ഒന്ന് ചെന്നു. അവിടെ എൻ്റെ നാവിൽ നിന്ന് ഒരു വാക്ക് അവർക്കെതിരെ അവരോട് പറഞ്ഞു, നിങ്ങളെ ആരും ഇവിടുന്ന് പുറത്താക്കില്ല. നിങ്ങളെ ആരും ഇവിടുന്ന് പുറത്താക്കില്ല. അത് ഞാൻ പറയാൻ വേണ്ടി പോയ വാക്കല്ല, പക്ഷെ ആ നിമിഷം എൻ്റെ നാവിൽ നിന്ന് വന്ന വാക്കതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ദേവാലയത്തിൽ വന്ന് ഇപ്രകാരം ഒരു ശുശ്രൂഷ നടത്തപ്പെടണമെങ്കിൽ ദൈവം, ഞാനും നിങ്ങളും വിശ്വസിക്കുന്ന കർത്താവ് പലതും ചെയ്യുവാൻ ഉറച്ച തീരുമാനം എടുത്തുകൊണ്ടാണ് സ്പിരിറ്റ് ജീസസിനെയും ടോം സക്കറിയായെയും ഈ പള്ളിയിലേക്ക് അയച്ചിരിക്കുന്നത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കാരണം ഞാൻ എൻ്റെ കർത്താവിൽ ശക്തി കണ്ടെത്തിയവനാണ്. നമ്മുടെ ജീവിതത്തിലെ അനുദിന ജീവിതത്തിലെ ചെറുതും വലുതുമായ ഏത് മേഖലയാകട്ടെ കർത്താവിനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ സാധിക്കും. ഈ കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ ഈ കൂട്ടായ്മയിലെ ഒരു കുടുംബത്തിലെ ഒരു പെൺകുട്ടി അവളെന്നെ വിളിച്ചു പറഞ്ഞു, ബ്രദറെ ഞാൻ പഠിക്കുകയാണ്, വിദേശത്താണ് പഠിക്കുന്നത്, എൻ്റെ പഠനം പൂർത്തിയായി, ഞാനൊരു പ്രൊജക്റ്റ് സമർപ്പിച്ചു, പക്ഷെ എൻ്റെ പ്രൊഫസർ ഒരു സബ്ജക്റ്റ് എന്നെ തോൽപ്പിച്ചു കളഞ്ഞു. ഞാൻ വീണ്ടും ഇനി 6 മാസം പഠിക്കണം. അതെനിക്ക് ഭയങ്കര തകർച്ചയാണ്. കാരണം ഞാൻ വളരെ ഈസിയായി എഴുതിയ ഒരു എക്സാമാണത്, ഒരു പ്രൊജക്റ്റാണത്. എനിക്ക് വളരെ എളുപ്പമായിരുന്നു അത്. ഒരു കാരണത്താലും ഞാൻ തോക്കില്ലായിരുന്നു. അപ്പോൾ ഇവൾ പ്രൊഫസർക്ക് സന്ദേശം മെയിൽ കൊടുത്തു, എന്തുകൊണ്ടാണ് ഞാൻ തോക്കാൻ കാരണം. അപ്പോൾ അയാൾ പറഞ്ഞ മറുപടി ഇതാണ്, ഈ പ്രൊജക്റ്റ് സമർപ്പിക്കേണ്ട ഒരു ദിവസം നീ കഴിഞ്ഞു പോയി, ഒരു ദിവസം താമസിച്ചു പോയി സബ്മിറ്റ് ചെയ്യാൻ, അതുകൊണ്ട് നിനക്ക് ജയിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു, ദൈവമേ അത് നീതിയല്ല. കാരണം ഈ മകളോട് പറഞ്ഞു, എനിക്ക് കിട്ടിയ മെയിലിൽ 2 ഡേറ്റ് ഉണ്ടായിരുന്നു. നവംബർ മാസം 1-ാം തീയതി, നവംബർ മാസം 10-ാം തീയതി. ഞാൻ 1-ാം തീയതി ഞാൻ സബ്മിറ്റ് ചെയ്തു, ബാക്കി ഞാൻ 10-ാം തീയതി സബ്മിറ്റ് ചെയ്തു. പക്ഷേ പ്രൊഫസർ പറഞ്ഞു, ആ 10-ാം തീയതിയിലുള്ളത് ഞങ്ങളുടെ തീരുമാനമല്ല, അവിടെ നിനക്ക് ഒരു സാധ്യതയില്ല. അതുകൊണ്ട് വീണ്ടും ഇവൾ പറയണേ, വീണ്ടും 6 മാസം ഞാൻ പഠിക്കണം, ഞാൻ വീണ്ടും പഠിച്ച് ഞാൻ വീണ്ടും പരീക്ഷ എഴുതണം. എനിക്ക് വലിയ വേദനയിലാണ് ഞാൻ പറഞ്ഞു, മകളെ നീ ഒരു സ്പിരിറ്റിസ്റ്റാണോ? അതെ, ഞാൻ സ്പിരിറ്റിസ്റ്റിൻ്റെ അഭിഷേകത്തിലാണ് ജീവിക്കുന്നത്, വിശ്വസിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഞാൻ ഇപ്രകാരം പറയുകയാണ്, ആ പ്രൊഫസർ അങ്ങ് ഒരു വിദൂര ദേശത്ത്, ഒരു അന്യരാജ്യത്താണ്. ഞാൻ ഇപ്രകാരം പറഞ്ഞു, ദൈവത്തിൻ്റെ വചനം കടന്നു ചെല്ലട്ടെ. ഞാൻ അവളോട് സംസാരിക്കുന്നത് ഫോണിലൂടെയാണ്. അവളായിരിക്കുന്നത് വേറെ രാജ്യത്താണ്, അവിടെ തന്നെ വിളിച്ചത്. ഞാൻ പറഞ്ഞു, ആ പ്രൊഫസർ, ഇവളുടെ അധികാരിയെ പ്രൊഫസർ, കർത്താവിൻ്റെ വചനം കേൾക്ക്, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ കർത്താവിനെ വെച്ചിരിക്കുന്ന സ്പിരിറ്റിന്റെ അധികാരത്തിൽ ഞാൻ കൽപ്പിക്കുന്നു, പ്രൊഫസറെ
നിങ്ങളുടെ മനസ്സ് മാറ്റി ഈ മകൾക്ക് നീതി നടപ്പിലാക്കി കൊടുക്കണം. ഒരു തീയതി മാറിയതിൻ്റെ പേരിൽ നിങ്ങൾ ഇവിടെ ജീവിതത്തെ ഇവിടെ ഭാവിയെ നിങ്ങൾ തകർക്കാൻ ശ്രമിക്കരുത്. ഇപ്പോൾ സബ്മിറ്റ് ചെയ്ത ആ പേപ്പർ, ആ പ്രൊജക്റ്റ് നിങ്ങൾ വീണ്ടും റീവാലുവേഷൻ നടത്തി ഇപ്പോൾ ജയിച്ചായിട്ട് പ്രഖ്യാപിക്കണം. കാരണം ഇവള് പറയുന്നു ജയിക്കാൻ തനിക്ക് അവകാശമുണ്ട്. അതുകൊണ്ട് നിങ്ങളത് നിങ്ങളുടെ മനസ്സ് മാറ്റി വീണ്ടും അത് കൺസിഡർ ചെയ്ത് ഈ മകൾ ജയിച്ചതായി പ്രഖ്യാപിക്കുക. ഇതാണ് ഫോണിലൂടെ ഞാൻ ആ മകളോട് പ്രാർത്ഥിച്ചപ്പോൾ ആ പ്രൊഫസർക്ക് വേണ്ടി പറഞ്ഞത്. ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ മെസ്സേജ് വിട്ടു, എന്തെങ്കിലും റെസ്പോൺസ് ഉണ്ടോ? അന്നേരം പറഞ്ഞില്ല, റെസ്പോൺസ് ഒന്നുമില്ല. 5-ാം ദിവസം എൻ്റെ ഫോണിൽ മെസ്സേജ് വന്നു, ബ്രദറെ ആ പ്രൊഫസർ എന്നെ വിളിച്ചു പറഞ്ഞു നീ ജയിച്ചിരിക്കുന്നുവെന്ന്. ഹല്ലേലൂയ. അതാ നമ്മുടെ ദൈവം. നാം എത്രമാത്രം ആശ്രയിക്കുന്നു. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു കർത്താവിലാണ് ഞാനും നിങ്ങളും വിശ്വസിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിശ്വാസം, അവിടുത്തെ വചനത്തിലുള്ള വിശ്വാസം, അവിടുത്തെ വചനത്തിലുള്ള വഴിനടത്തിപ്പ് നമുക്കുണ്ടായെങ്കിൽ നമ്മളെക്കുന്ന ഓരോ ചുവടുവെപ്പുകളും അത് വിജയത്തിൻ്റെതായിരിക്കും. ഒരിക്കലും മുമ്പിൽ തോൽവി ഉണ്ടാകത്തില്ല. തോൽക്കാൻ വേണ്ടിയിട്ടല്ല കർത്താവ് അഭിഷേകത്തെ നമുക്ക് തന്നിട്ടുള്ളത്. തോൽക്കാൻ വേണ്ടിയിട്ടല്ല ബൈബിളിലെ വാഗ്ദാനം നമുക്ക് നൽകപ്പെട്ടിട്ടുള്ളത്. അത് പൂർണ്ണമായിട്ട് വിശ്വസിച്ചുകൊണ്ട് അതിനുവേണ്ടി ജീവിക്കാൻ തയ്യാറാകുമ്പോൾ കർത്താവിൻ്റെ കാര്യങ്ങൾ, അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ കർത്താവിനെയാണ് സ്വന്തമാക്കേണ്ടത്. പ്രശ്നങ്ങൾ വരുമ്പോൾ ഓടിച്ചെന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ദൈവത്തെ അല്ല നീ സ്വന്തമാക്കേണ്ടത്. ഒരു നിമിഷം കൈകുർത്തി പിടിക്കാം. സ്വർഗത്തിലേക്ക് കൈകുർത്തി പിടിച്ചുകൊണ്ട് സ്വതന്ത്രമായിട്ട് കർത്താവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം, നന്ദി, അങ്ങേക്കും മഹത്വം, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഗ്ലോറി, ആരാധന, ഗ്ലോറി, ആരാധന, ഗ്ലോറി, ആരാധന. യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, ഗ്ലോറി. ആരാധിക്കുന്ന അങ്ങയെ സ്തുതിച്ചങ്ങയെ മഹത്വപ്പെടുത്തുന്നു. നമ്മൾ ഒരിക്കലും അനുഗ്രഹങ്ങളിൽ മാത്രം ആശ്രയിക്കുന്നവരാകരുത്. അനുഗ്രഹത്തിൻ്റെ ഉറവിടമായ യേശു ക്രിസ്തുവിനെ സ്വന്തമാക്കണം. നാം തിരുവചനത്തിൽ വായിക്കുന്ന ഒരു സംഭവമുണ്ട്. ലൂക്കാ സുവിശേഷത്തിൽ 5-ാമത്തെ അധ്യായം. യേശുവിൻ്റെ തൻ്റെ ദൗത്യം ആരംഭിച്ച ദിവസങ്ങൾ. ലൂക്കാ 5:1 മുതൽ വചനം. ദൈവവചനം ശ്രവിക്കുവാൻ ജനങ്ങൾ അവന് ചുറ്റും തിങ്ങിക്കൂടി. അവൻ ഗനേസത്തെ തടാകത്തിൻ്റെ തീരത്ത് നിൽക്കുകയായിരുന്നു. 2 വള്ളങ്ങൾ കരയോട് അടുത്ത് കിടക്കുന്നത് അവൻ കണ്ടു. മീൻപിടുത്തക്കാർ അവയിൽ നിറങ്ങി വല കഴുകുകയായിരുന്നു. ശിമേൻ്റേതായിരുന്നു വള്ളങ്ങളിൽ ഒന്ന്. യേശു അതിൽ കയറി. കരയിൽ നിന്നും അല്പം അകലേക്ക് വള്ളം നീക്കുവാൻ അവനോട് യേശു ആവശ്യപ്പെട്ടു. അതിലിരുന്ന് അവൻ ജനങ്ങളെ പഠിപ്പിച്ചു. സംസാരിച്ചു തീർന്നപ്പോൾ അവൻ ശിമയോനോട് പറഞ്ഞു, ആഴത്തിലേക്ക് നീക്കി മീൻ പിടിക്കുവാൻ വലയിറക്കുക. ശിമയോൻ പറഞ്ഞു, ഗുരു, രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല. എങ്കിലും നീ പറഞ്ഞതനുസരിച്ച് ഞാൻ വലയിറക്കാം. വലയിറക്കിയപ്പോൾ വളരെയേറെ മത്സ്യങ്ങൾ അവർക്ക് കിട്ടി. അവരുടെ വല കീറി തുടങ്ങി. അവർ മറ്റേ വള്ളത്തിലുണ്ടായിരുന്ന കൂട്ടുകാരെ ആംഗ്യം കാണിച്ച് സഹായത്തിന് വിളിച്ചു. അവർ വന്ന് 2 വള്ളങ്ങളും മുങ്ങാറാകുവോളം നിറച്ചു. ശിമയോൻ പത്രോസ് ഇത് കണ്ടപ്പോൾ യേശുവിൻ്റെ കാൽക്കൽ വീണ്, കർത്താവേ, എന്നിൽ നിന്നും അകന്നു പോകണമേ, നിൻ ഭാവിയാണ് എന്ന് പറഞ്ഞു. എന്നാൽ തങ്ങൾക്ക് കിട്ടിയ മീനിൻ്റെ പെരുപ്പത്തെപ്പറ്റി ശിമയോനും കൂടെ ഉണ്ടായിരുന്നവരും അത്ഭുതപ്പെട്ടു. അതുപോലെ തന്നെ അവൻ്റെ പങ്കുകാരായ സെബദീ പുത്രന്മാർ യാക്കോബും യോഹന്നാനും വിസ്മയിച്ചു. യേശു ശിമയോനോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഇപ്പോൾ മുതൽ മനുഷ്യരെ പിടിക്കുന്നവരാകും. വള്ളങ്ങൾ കരക്കടുപ്പിച്ചതിന് ശേഷം എല്ലാം ഉപേക്ഷിച്ച് അവനെ അനുഗമിച്ചു. ഹല്ലേലൂയ.
ഒരു മനുഷ്യൻ എൻ്റെ ജീവിതത്തിൽ വലിയൊരു കഷ്ടപ്പാടിലായിരുന്നു. മീൻ പിടിക്കാൻ വേണ്ടി പോയി. മനുഷ്യൻ എന്തിനാ ജീവൻ പണയപ്പെടുത്തി മീൻ പിടിക്കാൻ പോകുന്നു? ഇപ്പം ഗലീലിയ കടലെന്ന് പറഞ്ഞാൽ ഒരു തടാകം പോലാണ്. വളരെ വിസ്തൃതിയും വളരെ ആഴവുമുള്ള ഒരു കടലാണ്, പക്ഷെ തടാകമാണ്. പക്ഷെ ഇവിടെയുള്ള ആളുകൾ മീൻ പിടിക്കാൻ പോകുന്നത് ആഴക്കടലിലേക്കാണ്. ഒരു വശത്ത് മാത്രം കര, ബാക്കി 3 വശവും കടലാണ്. അങ്ങോട്ട് പോയാൽ തിരിച്ചു വരാമെന്ന് യാതൊരു ഉറപ്പുമില്ല, യാതൊരു ഗ്യാരണ്ടിയും ഇല്ല. അവർ മീൻ പിടിക്കാൻ പോകുന്നവരും ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ടാണ് പോകുന്നതെങ്കിൽ അവിടെ കർത്താവിൻ്റെ കരമുണ്ടാകും. ഞാൻ ഓർക്കുന്നു, കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ബോംബെയിൽ അവിടെ ഒരു കടൽത്തീരമുണ്ട്, ഉത്തൻ എന്നൊരു സ്ഥലം. ഇന്നും ആ മനുഷ്യർ അവരെല്ലാം മീൻപിടുത്തക്കാരാണ്. പഴയ രീതിയിലുള്ള വസ്ത്രധാരണം അവർക്കുള്ളത്. ഒരിക്കലും അവർ ആവശ്യപ്പെട്ടു, അവർക്ക് മീൻ കിട്ടുന്നില്ല കടലിൽ നിന്ന്, അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ കടലിൽ വരെ ഒന്ന് വരണം. അങ്ങനെ അന്ന് ബോംബെ മിനിസ്റ്ററിലുണ്ടായിരുന്ന ഒരു 10-20ഓളം ആളുകൾ ഞങ്ങളെ ഉത്തനിൽ ചെന്നു. അവിടെ നിന്നും അവരൊരുക്കിയ ബോട്ടിൽ ഞങ്ങൾ കടലിലേക്ക് പോയി. കടലിൽ പോയി അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അവിടെ ഞങ്ങളോട് സംസാരിച്ച് ആ പുരുഷന്മാരാണല്ലോ കൊണ്ടുപോയത്, സ്ത്രീകളും കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ പുരുഷന്മാരുടെ വലിയ തീക്ഷ്ണതയിലായിരുന്നു. അവർ പറഞ്ഞതാണ്, നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചാൽ മതി, ഞങ്ങൾക്ക് മത്സ്യങ്ങൾ കിട്ടും. ഇന്നിവിടെ മത്സ്യങ്ങളൊന്നുമില്ല. വലിയ വലിയ മറ്റു സംവിധാനങ്ങൾ വന്ന് മീൻപിടുത്തങ്ങൾ വന്നപ്പോൾ ഞങ്ങൾക്ക് മീൻ കിട്ടുന്നില്ല ഇപ്പോൾ. അങ്ങനെയാണ് പ്രാർത്ഥന നടത്തിയത്. പ്രിയമുള്ളവരെ, നമ്മുടെ കേട്ട വചനം, ശിമയോൻ പത്രോസും കൂട്ടുകാരും കൂടെ ഒരു രാത്രി മുഴുവൻ അധ്വാനിച്ചു. അവർക്ക് ഒറ്റ മീൻ പോലും കിട്ടിയില്ല. ഒരു കടലിൽ അധ്വാനിച്ചിട്ട് ഒറ്റ മീൻ പോലും കിട്ടിയില്ല അവർക്ക്. അവർ നിരാശപ്പെട്ട് രാവിലെ വീട്ടിലേക്ക് പോകണം. വീട്ടിലേക്ക് എങ്ങനെ ചെല്ലും? മീൻ പിടിച്ച് വിറ്റ് പണം വാങ്ങി അതുകൊണ്ട് വീട്ടിലെ കാര്യങ്ങൾ നടത്തണം, കടങ്ങൾ കൊടുക്കണം. വലിയ പ്രതീക്ഷയിലാണ് മീൻ പിടിക്കാൻ പോയത്. പക്ഷെ ഒരു മീൻ പോലും കിട്ടാതെ നിരാശപ്പെട്ട് മടങ്ങി വന്നപ്പോൾ ആ കരയോരത്ത് കടലിലായിരുന്ന അവർ തങ്ങളുടെ വലകൾ കഴുകുകയാണ്. അങ്ങനെ വല കഴുകുന്ന സമയത്താണ് കർത്താവ് ഈശോ അവിടെ ചെല്ലുന്നത്. യേശു ചെന്നപാട് യേശുവിനെ കൊടുത്ത് വലിയ ജനക്കൂട്ടമുണ്ട്. അവർ വന്നിരിക്കുന്ന യേശുവിനെ വചനം കേൾക്കാൻ വേണ്ടി വന്നവരാണ്. പക്ഷെ കർത്താവ് ആ ജനത്തെ കരയിൽ വിട്ടിട്ട് യേശു നേരെ കടലിലേക്ക് ഇറങ്ങി. ഇവിടെ വചനം പറയുകയാണ്, ഇവിടെ 2 വള്ളങ്ങൾ കിടപ്പുണ്ടായിരുന്നു. അത് ഒരു വള്ളം ശിമയോൻ പത്രോസിൻ്റെ വള്ളമായിരുന്നു. യേശു ശിമയോൻ്റെ വള്ളത്തിൽ കയറിയിരുന്നു. ആ വെള്ളത്തിൽ കയറി എഴുന്നേറ്റ് ശിമയോനോട് പറഞ്ഞു, ഒരല്പം കൂടി കടലിലേക്ക് തള്ളിയിടാൻ പറഞ്ഞു. ആ വള്ളം അല്പം കൂടി അവർ കടലിലേക്ക് മാറ്റി. ജനങ്ങളിരിക്കുന്നത് കരയിലാണ്. അവർ വന്നത് വചനം കേൾക്കാൻ വേണ്ടി വന്നവരാണ്. പക്ഷെ കർത്താവരെ മാറ്റി നിർത്തിയിട്ട് ആ വള്ളം അല്പം കൂടി കടലിലേക്ക് മാറ്റി ആ വഞ്ചിയിലിരുന്നു കൊണ്ട് പ്രഘോഷിക്കാൻ തുടങ്ങി. തൊട്ടടുത്താണ് ശിമയോൻ വലകടി കൊണ്ട് നിൽക്കുന്നത്. അങ്ങനെ യേശു ഇവിടെ പ്രഘോഷിച്ചു. അത് കരയിലുള്ളവർക്കും കേൾക്കാം. കാരണം അവിടെ വലിയ തിരമാലകളുള്ള സ്ഥലമല്ല, വലിയ കാറ്റൊന്നുമില്ല, ഓളങ്ങൾ മാത്രമേ ഉള്ളൂ ആ കടലിൽ. യേശു പ്രസംഗിച്ചത് കരയിലുണ്ടായിരുന്ന ആൾക്കാരും കേട്ടിട്ടുണ്ട്. തൻ്റെ പ്രഘോഷണം തീർന്നു കഴിഞ്ഞപ്പോൾ യേശു ശിമയോനോട് പറയുകയാണ്, മീൻ പിടിക്കാൻ വേണ്ടി ആഴത്തിലേക്ക് മാറ്റി വലയിടുക. എങ്ങോട്ട് മാറ്റി വലയിടേണ്ടത്? എങ്ങോട്ടാണ് ഉറക്കപ്പറ? ആഴത്തിലേക്ക് മാറ്റി വലയിടുക. ഇപ്പൊ ശിമയോൻ പറയാ, ഗുരു, ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചു, ഞങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല, ഒരു മീൻ പോലും കണ്ടെത്താൻ പറ്റിയില്ല. എന്നിട്ട് അവൻ്റെ വാക്ക് പറയാണ്, എങ്കിലും നീ പറഞ്ഞതനുസരിച്ച് ഞാൻ വലയിറക്കാം. ഒരു മുഖ്യനായ ശിമയോൻ, യേശുവിന് കടലുമായിട്ട് ബന്ധങ്ങളൊന്നുമില്ല. കാരണം യേശു തച്ചൻ്റെ മകൻ അറിയപ്പെടുന്നത്, അവൻ ജീവിക്കുന്ന മറ്റൊരു ദേശത്താണ്. എന്നാൽ മുഖ്യനായ കടലിൽ നല്ല പരിചയമുള്ള ശിമയോൻ പറയുകയാണ്, ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒരു മീൻ പോലും കിട്ടിയില്ല, എങ്കിലും നീ പറഞ്ഞതനുസരിച്ച് ഞാൻ വല ഇറക്കാം. അടുത്ത വചനമാണ്, അവർ വല ഇറക്കിയപ്പോൾ വല നിറയെ മത്സ്യങ്ങൾ അവർക്ക് കിട്ടി. ഹല്ലേലൂയ, ഹല്ലേലൂയ.
ഹല്ലേലൂയ. ആവേ മരിയ, ആവേ മരിയ. എങ്കിലും നീ പറഞ്ഞതനുസരിച്ച് ഞാൻ വലയിറക്കാം. അവൻ കർത്താവിനെ അനുസരിക്കാൻ തയ്യാറായപ്പോൾ ഒരു രാത്രി മുഴുവൻ അധ്വാനിച്ച് ഒരു മീൻ പോലും കിട്ടാതെ നിരാശപ്പെടുന്ന ആ സമയത്ത് ഇതാ ഇവൻ പ്രസംഗിച്ച വചനങ്ങൾ, കൈകൊണ്ട് വല കഴുകിക്കൊണ്ടിരുന്ന സമയത്ത് യേശു പ്രഘോഷിച്ച വചനങ്ങൾ കാതിലൂടെ കേട്ട ശിമയോന്റെ ഹൃദയം ദൈവത്തിന്റെ വചനത്താൽ കഴുകപ്പെട്ടു. ദൈവത്തിന്റെ വചനത്താൽ കഴുകപ്പെട്ടപ്പോൾ അവന്റെ ഹൃദയത്തിലുണ്ടായിരുന്ന നിരാശ വിട്ടുമാറി, ദുഃഖം അവനെ വിട്ടുമാറി, വേദന അവനെ വിട്ടുമാറി. അവനവിടെ പ്രത്യാശ ഉണ്ടാവുകയാണ്, പ്രതീക്ഷയുണ്ടാവുകയാണ്, അവന് വിശ്വാസം ഉണരുകയാണ്. വിശു പറയാണ്, മീൻ പിടിക്കാൻ ആഴത്തിലേക്ക് മാറ്റിയ വലയിട്. അല്പം കൂടി ആഴത്തിലേക്ക് മാറ്റി, അവർ അല്പം കൂടി ആഴത്തിലേക്ക് മാറ്റിയിട്ട് വലയിട്ടു. വല ഇറക്കിയപ്പോൾ വല നിറയെ മത്സ്യങ്ങൾ. അത് വലിച്ചു പൊക്കം തോറും വല പൊട്ടാൻ തുടങ്ങി, കീറാൻ തുടങ്ങി. ഉടനെ ആംഗ്യം കാണിച്ചു, കരയിലുള്ളവരെ വിളിക്കുകയാണ്, മറ്റേ വള്ളക്കാരെ വിളിച്ചു. അവരും വന്നു. 2 വള്ളങ്ങളും മുങ്ങാറാകുമ്പോളും മത്സ്യങ്ങൾ കൊണ്ട് നിറഞ്ഞു. ഹല്ലേലൂയ. നോക്കണമേ, കർത്താവിൻ്റെ ഒരു വാക്ക് അനുസരിക്കാൻ തയ്യാറായപ്പോൾ, അതനുസരിച്ചപ്പോൾ ശിമയോന് കിട്ടിയത് സമൃദ്ധിയാണ്. ഹല്ലേലൂയ. അവന് ലഭിച്ചത് അനുഗ്രഹമാണ്. ഹല്ലേലൂയ. അവൻ്റെ നിരാശയും അവൻ്റെ വേദനയും ദുഃഖവും ഭയവും ഉത്കണ്ഠയും എല്ലാം അവനെ വിട്ടു മാറി. അവനെ അനുഗ്രഹിക്കപ്പെട്ടവിടെ സമൃദ്ധി കൊണ്ട് ദൈവനെ നിറയ്ക്കുക. ജീവിതത്തിൽ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത പോലെ മത്സ്യങ്ങളാണ് അന്ന് ശിമയോന് ലഭിച്ചത്. വചനം പറഞ്ഞിരിക്കുക, അവൻ്റെ വല കീറി തുടങ്ങി. ആ വല കീറി തുടങ്ങി. ആ അടുത്ത വള്ളക്കാരൻ വന്നു. 2 വള്ളങ്ങളും മുങ്ങാറുകളും നിറഞ്ഞു കഴിഞ്ഞപ്പോൾ ശിമയോൻ നേരെ നോക്കുകയാണ് ഈശോയെ. ഇവൻ ആരാണ്? തൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഇവൻ ആരാണ്? കാരണം ശിമയോൻ നിൽക്കുന്നു അതേ വള്ളത്തിൽ തന്നെ, യേശുവിൻ്റെ വള്ളത്തിലാണ് ശിമയോൻ ഇരിക്കുന്നത്, മീൻ പിടിച്ച് നിറച്ച് വെച്ചുകൊണ്ടിരിക്കുന്നത്. ഒറ്റ നിമിഷം കൊണ്ട് ശിമയോൻ മനസ്സിലായി, ഈ നിൽക്കുന്നവൻ സാധാരണക്കാരനല്ല, ഇവനൊരു പ്രവാചകനല്ല, ഇവൻ ദൈവത്തിൽ നിന്ന് വന്നവനാണ്. കാരണം ദൈവത്തെ കൊണ്ട് മാത്രമേ ഇത്രയേറെ മത്സ്യങ്ങളെ ഇവിടെ കൊണ്ടുവരാൻ സാധിക്കത്തുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ തിരിച്ചറിയാണ്, ഇവനൊരു തച്ചൻ്റെ മകനല്ല, ഒരു സാധാരണക്കാരനല്ല, ഇവൻ ദൈവത്തിൽ നിന്ന് വന്നവനാണ്, ഇവൻ ദൈവത്തിന് കൂടെയുണ്ട്. ആ അറിവില് അവൻ ആ വള്ളത്തിൽ ഓടി വന്ന് അവൻ യേശുവിനെ കാൽക്കൽ വീടുകൊണ്ട് പറയുകയാണ്, കർത്താവേ, ഞാനൊരു പാപിയാണ്, അങ്ങനെ അകന്നു പോകണമേ. വിളിക്കുകയാണ്, കർത്താവേ, ഞാനൊരു പാപിയാണ്, അങ്ങനെ അകന്നു പോകണമേ. ഒറ്റ നിമിഷത്തിൽ നോക്കണമേ, അവൻ യേശുവിനെ കണ്ടപ്പോൾ, യേശുവിനെ തിരിച്ചറിഞ്ഞപ്പോൾ, യേശുവിൽ നിന്ന് പുറപ്പെട്ട വചനങ്ങൾ അവൻ അറിവ് കൊടുക്കുകയാണ്. ആരെന്താണ് അറിവ് കൊടുത്തത്? താനൊരു ഉറക്കപ്പറ ഉറക്കെ താനൊരു പാപിയാണെന്ന തിരിച്ചറിവ് ശിമയോൻ ഉണ്ടാവുകയാണ്. അറിവിലാണ് അവൻ യേശുവിന്റെ കാൽക്കൽ വീണത്. നോക്കണം, ഒരു മനുഷ്യന്റെ മാനസാന്തരം, ഒരു മനുഷ്യനുണ്ടാകുന്ന പ്രത്യാശ, നിരാശയിൽ നിന്ന് പ്രത്യാശയിലേക്ക് അവൻ ഉയർത്തപ്പെടുകയാണ്. തന്നെ കണ്ടുകൊണ്ട് കണ്ടിട്ടില്ലാത്ത വലിയൊരു അത്ഭുതമാണെന്ന് ശിമയോൻ കണ്ടത്. അവിടെ 2 വള്ളങ്ങൾ ഒറ്റ വലയിൽ ഇട്ടപ്പോഴേക്കും 2 വള്ളങ്ങൾ മുങ്ങാറാകുവോളം മത്സ്യങ്ങൾ. ജീവിതത്തിൽ ആദ്യമായിട്ട് ശിമയോൻ അത് കണ്ടു, അത്ഭുതം കണ്ടു. സമൃദ്ധി അവന് കിട്ടി. ഈ മത്സ്യങ്ങൾ കൊണ്ട് വിറ്റാല് തൻ്റെ കടങ്ങൾ വീടി തനിക്ക് ഇഷ്ടം പോലെ പണമുണ്ടാകും, സുഖമായിട്ട് ജീവിക്കാം. കർത്താവിനോട് പറയാണ്, ഞാൻ നിന്നെ മനുഷ്യരെ പിടിക്കുന്നവനാക്കും. ഹല്ലേലൂയ. നീയൊരു വലയെറിഞ്ഞപ്പോൾ 2 വള്ളങ്ങൾ മുങ്ങാറാകുമ്പോഴും മത്സ്യങ്ങൾ നിനക്ക് കിട്ടിയെങ്കിൽ ശിമയോനെ, ഇനി മുതൽ നിന്നെ കൊണ്ട് ഞാൻ മനുഷ്യരെ പിടിക്കും. നീ എറിയുന്ന വലയില് അനേകം മനുഷ്യരെ നീ പിടിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ സ്വീകരിച്ച അഭിഷേകം, ശിമയോൻ സ്വീകരിച്ച പെന്തക്കോസ്ത് സ്വീകരിച്ച അഭിഷേകത്തിന്റെ ശക്തിക്ക് ശേഷമാണ് വചനത്തിന് വലയെറിഞ്ഞപ്പോൾ അത് ആയിരങ്ങളിലേക്ക്, അത് 10,000ങ്ങളിലേക്ക് കടന്നു ചെന്ന് അനേക ആയിരങ്ങൾ യേശുവിനെ സ്വീകരിക്കാൻ കാരണമായിട്ട് മാറിയത്. ഹല്ലേലൂയ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ, ഗ്ലോറി. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. യേശുവേ,
യേശുവേ, യേശുവേ, യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, ഗ്ലോറി, ഹല്ലേലൂയ, 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 ഗ്ലോറി. സ്തോത്രം, ഗ്ലോറി, ആരാധന, നന്ദി, മഹത്വം. കർത്താവേ, അങ്ങയെ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു കർത്താവേ. അന്ന് ശിമയോന് കൊടുത്ത സമൃദ്ധി, ദരിദ്രനായി ഒരു മനുഷ്യൻ പോലും കിട്ടാതെ നിരാശപ്പെട്ട് കിടന്ന ശിമയോൻ യേശുവിൻ്റെ വചനം കേട്ടപ്പോൾ അതനുസരിച്ചുകൊണ്ട് യേശു കൽപ്പിച്ചതുപോലെ അവൻ ചെയ്യാൻ തയ്യാറായപ്പോൾ, ആഴത്തിലേക്ക് മാറ്റി വലറിയാൻ പറഞ്ഞപ്പോൾ, ഒരു തച്ചൻ പറഞ്ഞ വാക്ക് കേട്ട് അത് വിശ്വസിക്കാൻ തക്കവണ്ണം ശിമയോന്റെ ഹൃദയം ശുദ്ധീകരിക്കപ്പെട്ടു. അവൻ യേശുവിനെ അനുസരിച്ചുകൊണ്ട് വലയിട്ടപ്പോൾ അവൻ കണ്ടത് സമൃദ്ധിയാണ്. അവൻ കണ്ടത് സാമ്പത്തികമായ അഭിവൃദ്ധിയാണ്. അവൻ കണ്ടത് സമ്പത്ത് കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട ഒരു നിമിഷമാണ് ശിമയോനോട് കണ്ടത്. അതേ കർത്താവ് ഇവിടെയുണ്ട്, അതേ കർത്താവ് ഇവിടെയുണ്ട്. അത്ഭുതങ്ങൾ പ്രവർത്തിച്ചവൻ, അടയാളങ്ങൾ പ്രവർത്തിച്ചവൻ. കർത്താവേ, എനിക്കും സമൃദ്ധി നൽകണമേ. ഞാനായിരിക്കും ദാരിദ്ര്യത്തെ മാറ്റിക്കൊണ്ട് എന്നെ സമൃദ്ധി കൊണ്ട് അനുഗ്രഹിക്കണമേ. അങ്ങയുടെ വചനം അനുസരിക്കുവാൻ എന്നെ സഹായിക്കണമേ, എന്നെ പഠിപ്പിക്കണമേ. അനുസരണക്കേട് ദുരാത്മാക്കൾ എന്നെ വിട്ടു മാറട്ടെ കർത്താവേ. അനുസരണക്കേടിൻ്റെ ദുരാത്മാക്കൾ എന്നെ വിട്ടു മാറട്ടെ. ദൈവത്തെ സ്നേഹിക്കാൻ പറ്റാത്ത, ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കാൻ പറ്റാത്ത, ദൈവത്തിൻ്റെ വചനം അനുസരിക്കാൻ പറ്റാത്ത ഭരിക്കുന്ന പാപത്തിൻ്റെ ശക്തികളെ വിട്ടുപോ, വിട്ടുപോ, വിട്ടു മാറട്ടെ. ഹൃദയങ്ങൾ സ്വതന്ത്രമാകട്ടെ, വിശുദ്ധീകരിക്കപ്പെടട്ടെ. പാപത്തിൻ്റെ ആധിപത്യങ്ങൾ വിട്ടു മാറട്ടെ. എല്ലാ തരത്തിലുള്ള ജഡികമായ പാപങ്ങൾ, വ്യഭിചാരത്തിൻ്റെ ദുർഭൂതങ്ങൾ ബന്ധിക്കപ്പെടട്ടെ. മനുഷ്യൻ കൊണ്ട് പാപം ചെയ്യിപ്പിക്കുന്ന വ്യഭിചാരത്തിൻ്റെ ദുർഭൂതങ്ങളെ ബന്ധിക്കുന്നു. കീഴടങ്ങട്ടെ, കീഴടങ്ങട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ, ഗ്ലോറി. സ്തുതിക്കുന്നു, നന്ദി, സ്തോത്രം അങ്ങേയ്ക്കും മഹത്വം. ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ, ഗ്ലോറി. കർത്താവേ, ഞാൻ പ്രാർത്ഥിക്കുന്നു, ഈ ഇടവകയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇവിടെ താമസിക്കുന്ന 500ഓളം വരുന്ന കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ. കുടിയിറക്ക് ഭീഷണി നേരിടുന്ന ഈ ജനത്തോട് കരുണ കാണിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ശിമയോൻ അങ്ങേ അനുസരിച്ചപ്പോൾ അവൻ ദൈവത്തിൻ്റെ മകനായി മാറിയെന്ന് മാത്രമല്ല, സമ്പത്തോട് ദൈവനെ അനുഗ്രഹിച്ചു. അവൻ്റെ കർത്താവേ, ഞാൻ പ്രാർത്ഥിക്കുകയാണ്, ഈ ജനം ഇവിടെ വന്നിട്ടില്ലെങ്കിൽ പോലും നിങ്ങളുടെ വചനം അത് സജീവവും ഊർജ്ജസ്വലവുമാകയാൽ, അത് ഇരുതല വാളിനേക്കാൾ മൂർച്ചയുള്ളതിനാൽ ആ വചനം ഓരോ മനുഷ്യരുടെ മേൽ, ഓരോ വ്യക്തികളുടെ മേൽ, ഓരോ കുടുംബങ്ങളുടെ മേൽ, ഓരോ കുഞ്ഞുങ്ങളുടെ മേൽ കടന്ന് ചെല്ലട്ടെ, കടന്ന് ചെല്ലട്ടെ. അനുതാപത്തിന് വരം കൊടുക്കട്ടെ. നിങ്ങളുടെ പാപത്തെ ഓർത്ത് പശ്ചാത്തപിക്കാനുള്ള കൃപയവർക്ക് ലഭിക്കട്ടെ. കുടുംബങ്ങളിൽ സമാധാനം ഉണ്ടാകട്ടെ. മദ്യപിശാചുക്കൾ വിട്ടു മാറട്ടെ. മദ്യത്തിന് ദുരാത്മാക്കൾ കീഴടങ്ങട്ടെ. വ്യഭിചാരത്തിന് ദുരാത്മാക്കൾ കീഴടങ്ങട്ടെ. എല്ലാ പാപശക്തികളും വിട്ടു മാറട്ടെ, വിട്ടു മാറട്ടെ. ഈ ജനത നശിപ്പിക്കുന്ന പാപത്തിന്റെ ശക്തികൾ കീഴടങ്ങട്ടെ, കീഴടങ്ങട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. യേശുവേ, ആരാധന, ആരാധന. സ്തോത്രം, ഗ്ലോറി, ഹല്ലേലൂയ, ആരാധന. സ്തുതിക്കുന്നതുമേ നന്ദി, ആരാധന, സ്തോത്രം അങ്ങേക്ക് മഹത്വം. ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ, ഗ്ലോറി. ശിമയോനോട് പറഞ്ഞു, ഇപ്പോൾ മുതൽ നീ മനുഷ്യനെ പിടിക്കുന്നവനാകും. അടുത്ത വചനം പറഞ്ഞിരിക്കുകയാണ്, ശിമയോൻ മത്സ്യങ്ങളും വള്ളവും വലയും തൻ്റെ എല്ലാ ജീവന ഉപാധികളും തനിക്ക് ലഭിച്ച സമൃദ്ധിയും സമൃദ്ധി എല്ലാം ഉപേക്ഷിച്ചിട്ട്, എല്ലാം വേണ്ടെന്ന് വെച്ചിട്ട് ശിമയോൻ യേശുവിനെ അനുഗമിച്ചു. അവനൊരു വലിയ സമ്പത്തിൻ്റെ ഉടമയായിട്ട് മാറി. ഈ ലോകത്തിൻ്റെ എല്ലാ സമ്പത്തുകളെ അവൻ ഉപേക്ഷിക്കാൻ തയ്യാറായപ്പോൾ അവൻ സ്വർഗീയ സമ്പത്തിൻ്റെ ഉടമയായിട്ട് മാറി. ഹല്ലേലൂയ, ഹല്ലേലൂയ.
ആ ശിമയോനാണ് പെന്തക്കോസ്തായ്ക്ക് ശേഷം ശിമയോനും യോഹന്നാനും കൂടെ ദേവാലയത്തിലേക്ക് പോകുമ്പോൾ വായിക്കുന്നു, അപ്പോസ്തല പ്രവർത്തനം 3-ാം അധ്യായത്തില് സുന്ദര കവാടത്തിൽ ഇരുന്ന് ഭിക്ഷയെടുത്തിരുന്ന ഒരു മനുഷ്യൻ, 40 വർഷമായി മുടന്നുണ്ടായിരുന്നവൻ. ശിമയോനും യോഹന്നാനും കടന്നു പോകുന്നത് കണ്ടപ്പോൾ അവൻ അവരോട് ഭിക്ഷ ചോദിച്ചു. ശിമയോൻ അവനെ നേരെ നോക്കിയിട്ട് പറഞ്ഞു, നിനക്ക് തരാൻ എൻ്റെ കയ്യിൽ സ്വർണമോ വെള്ളിയോ ഇല്ല, പക്ഷേ എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു. ശിമയോൻ അവന്റെ കൈക്ക് പിടിച്ചുകൊണ്ട് കൽപ്പിച്ചു, നസ്രയനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക, എഴുന്നേറ്റ് നടക്കുക, എഴുന്നേറ്റ് നടക്കുക. തൽക്ഷണം അവന്റെ മുടന്നുള്ള കണങ്കാലുകള് സുഖം പ്രാപിച്ചു, ബലം പ്രാപിച്ചു. അത് വളവ് നിവർന്നു. അവൻ ചാടി എഴുന്നേറ്റു. അവൻ തുള്ളിച്ചാടി കുതിച്ചുകൊണ്ട് അവൻ ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. യേശുവേ ആരാധന, ആരാധന, സ്തോത്രം, ഗ്ലോറി, ഹല്ലേലൂയ, ഗ്ലോറി. ശിമയോൻ മുടന്തനോട് പറഞ്ഞു, നിനക്ക് തരാൻ എൻ്റെ കയ്യിൽ സ്വർണവും വെള്ളിയും ഒന്നുമില്ല, ഈ ലോകത്തിന് ഒരു സമ്പത്തും എൻ്റെ കയ്യിൽ ഇല്ല, പക്ഷേ ഞാൻ നിനക്ക് തരാം മറ്റൊരു സമ്പത്ത്, സ്വർഗത്തിൻ്റെ സമ്പത്ത്, പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാണ് ശിമയോൻ പറഞ്ഞത്, എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു. ഐ ഗിവ് യു വാട്ട് ഐ ഹാവ്. എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു. അത് കൊടുത്തപ്പോൾ അവൻ്റെ മുടന്നുള്ള പാദങ്ങൾ നിവർന്നു. അവൻ ചാടി എഴുന്നേറ്റു. അവൻ ദൈവത്തെ സ്തുതിച്ചു. അവൻ കുതിച്ചു ചാടി. ആ ഇസ്രായേൽ ദേശത്ത് അനേകം മനുഷ്യർ മനസ്സാന്തരപ്പെടുവാൻ അത് കാരണമായിട്ട് മാറി. കാരണം ഇവൻ 40-ലേറെ വയസ്സ് പ്രായമുണ്ട്. അനേകം വർഷങ്ങളായി ഇവൻ ഭിക്ഷയെടുക്കുന്നവനാണ്. അവിടെ അനേകം മനുഷ്യർക്കറിയാം, നടക്കാൻ പറ്റാതെ കാല് ചുരുങ്ങിപ്പോയി മുടന്നു ബാധിച്ച് ഒരു മരപ്പലകയിലോ വീലുള്ള 4 വീലുകൾ വെച്ചിട്ടുള്ള ഒരു മരപ്പലയുടെ മുകളിലാണ് ഒരു ശവൻ ഇരിക്കുന്നത്. അവന് തന്നെ നടക്കാൻ പറ്റില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യണമെങ്കിൽ കൈകൊണ്ട് നിലത്ത് വെച്ച് അങ്ങനെ തള്ളിയാണ് അവൻ ആ മരപ്പലക മാറ്റുന്നത്. അവൻ്റെ മേലെ കർത്താവിൻ്റെ ശക്തി ഇറങ്ങിയത്. അവന് ഇറങ്ങിയത് കർത്താവിൻ്റെ ശക്തിയാണ്. കർത്താവിൻ്റെ ശക്തിയുടെ മേലെ ഇറങ്ങിച്ചെന്ന് അവൻ്റെ വളഞ്ഞുപോയ അസ്ഥികളെ നിവർത്തത്, അവൻ്റെ മുടന്നുള്ള പാദങ്ങളെ സുഖപ്പെടുത്തിയത് പത്രോസിൽ നിറഞ്ഞിരുന്ന അഭിഷേകമാണ്. അവൻ നിറഞ്ഞിരുന്ന പരിശുദ്ധാത്മ ശക്തിയാണ്. അതാണ് അവൻ്റെ സമ്പത്ത്. അതാണ് അവൻ്റെ സമ്പത്ത്. അവൻ സമ്പന്നനായി, പത്രോസ് സമ്പന്നനായി, യോഹന്നാൻ സമ്പന്നനായി. ഈ ലോകത്തിലെ മറ്റാരേക്കാളും ദ മോസ്റ്റ് റിച്ചസ്റ്റ് സമ്പന്നനായി മാറിയത് പത്രോസാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളിടയ്ക്ക് കാണാറുണ്ട് ലോകത്തിലെ സമ്പന്നന്മാരുടെ പട്ടികകൾ. ലോകത്തിലെ കോടീശ്വരന്മാരെന്ന് പറഞ്ഞ് എല്ലാ വർഷവും ലിസ്റ്റ് വരും. കുറെ ഇന്ത്യക്കാർ വരാതുണ്ട്. പക്ഷെ എന്നോട് ഞാൻ പറയും, അന്ന് മുതൽ ഇന്ന് വരെ ഈ 2000 വർഷമായി the most richest man is Saint Peter of Jesus Christ. യേശു ക്രിസ്തുവിന്റെ പത്രോസാണ് ഏറ്റവും വലിയ കോടീശ്വരൻ, ഏറ്റവും വലിയ സമ്പന്നൻ. അവരെക്കാളും വലിയ സമ്പന്നന്മാർ ഈ ലോകത്തിൽ ഉണ്ടായിട്ടില്ല, ഉണ്ടാകത്തുമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ആ സമ്പത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം ഈ ലോകത്തിൻ്റെ സമ്പത്തല്ല കർത്താവേ. ആ സമ്പത്ത് വരുമ്പോൾ ഈ ലോകത്തെ സമ്പത്ത് കുമിഞ്ഞു കൂടുമെന്നാണ് പറഞ്ഞത്. ആ സമ്പത്ത് വരുമ്പോൾ ഈ ലോകത്തിൻ്റെ സമ്പത്തും കുമിഞ്ഞു കൂടും. നീ ലോകത്തിൻ്റെ, അത് ഞാൻ പറഞ്ഞതല്ല, എൻ്റെ ആത്മാവിൽ വന്നതാണ്. അതിൻ്റെ ആത്മാവിൽ വന്നതാണ് കുമിഞ്ഞു കൂടുന്ന വാക്ക്. ദൈവത്തിൻ്റെ സമ്പത്തിനൂരെ നിറയുമ്പോൾ അവൻ ഭൗതിക സമ്പത്ത് കൊണ്ടും അവൻ സമ്പന്നനായിട്ട് മാറും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നാം ജീവിക്കേണ്ടത്, നമ്മുടെ ലക്ഷ്യം ഒരിക്കലും ഈ ലോകത്തിൻ്റെ സമ്പത്താകരുത്. ദൈവത്തെ കണ്ടുമുട്ടാൻ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പലപ്പോഴും സാമ്പത്തികമായ തകർച്ചകളും പരാജയങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ധ്യാനങ്ങൾ കൂടുമ്പോൾ നമുക്കവിടെ അനുഗ്രഹം കിട്ടി, സാമ്പത്തികമായിട്ട് അനുഗ്രഹിക്കപ്പെട്ടു, നല്ല ജോലി ലഭിച്ചു, വിസ കിട്ടി, പുറത്തുപോയി നല്ല ജോലിയായി, വരുമാനമായി.
ദൈവത്തെ മറക്കാനായിട്ടല്ല. ഒരു രോഗസൗഖ്യം നിനക്ക് കിട്ടുന്നത് നിനക്കൊണ്ട് ജീവിക്കാനായിട്ടല്ല. കാരണം നിന്നെ തൊട്ടവനെ നീ കാണിച്ചു കൊടുക്കണം ലോകത്തിന്. നിന്നെ തൊട്ടവനെ, നിന്നെ സുഖപ്പെടുത്തിയവനെ നീ ലോകത്തിന് കാണിച്ചു കൊടുക്കണം. ഇവനാണ് എന്നെ സുഖപ്പെടുത്തിയത് പറയാനുള്ള ധൈര്യം, ചങ്കൂറ്റ ഒരു വിശ്വാസിക്ക് ഉണ്ടാകണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. തന്നെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, സ്തോത്രം, ഗ്ലോറി. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു യേശുവേ, യേശുവേ, യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, ഗ്ലോറി, ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ, ഗ്ലോറി. ഈ ദേശത്തുള്ളവർ മാത്രം നിൽക്കുക, മകളിരിക്കുക. ഈ ദേശത്തുള്ളവർ മാത്രം നിൽക്കണം, മകൾക്ക് ഇരിക്കാം. നിങ്ങളങ്ങ് പുറകെ നിൽക്കുന്നവർ മുന്നോട്ട് വരാവോ? നിൽക്കുന്നവരെ ഈ ദേശവാസികളായിട്ടുള്ള മുന്നോട്ട് വരിക. നിങ്ങൾക്കൂടി പ്രാർത്ഥിക്കുക. നിങ്ങൾ ഇത്രയും പേരോട് വന്നിട്ടുണ്ട്, സന്തോഷം. മുന്നോട്ട് പോരുക, ഈശോയുടെ അടുക്കിലേക്ക് വരിക. ഞാനിങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. ശിമെയോൻ്റെ ഹൃദയം വചനം കൊണ്ട് കഴുകിയ ഈശോ. യോഹന്നാന്റെ സുവിശേഷം 15:3 ഈശോ പറയാണ്, ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. എന്നിട്ട് പറയാം, ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. ഹല്ലേലൂയ. കർത്താവേ, പ്രാർത്ഥിക്കുകയാണ് ഈ പ്രിയപ്പെട്ട സഹോദരികൾ, ഈ അമ്മമാർ. കർത്താവേ, അവർ നിൻ്റെ സന്നിധിയിലാണ് ഇപ്പോൾ ആയിരിക്കുന്നത്. അവരെല്ലാ ഹൃദയത്തിൻ്റെ ആഴങ്ങളിലേക്ക് അവിടുത്തെ വചനം കടന്നു ചെന്ന് ഇവരെ കഴുകി വിശുദ്ധീകരിച്ച് ഇവിടെ വിശ്വാസത്തെ ഉറപ്പിക്കട്ടെ ദൈവമേ. ഇവർ കിടക്കുന്ന ദൈവനിഷേധത്തിൻ്റെ എല്ലാ ശക്തിയിലെ സ്വാധീനങ്ങളെ വിട്ടുപോകട്ടെ. മനസ്സിലുള്ള ഭയം, ഭാരം, വേദന, നിരാശ, വെറുപ്പ്, വിദ്വേഷം, ആ സ്വാധീനങ്ങളെല്ലാം ഞാൻ ബന്ധിക്കുകയാണ്. വിട്ടുപോ. ഹൃദയങ്ങൾ സ്വതന്ത്രമാകട്ടെ, മനസ്സ് സ്വതന്ത്രമാകട്ടെ, എല്ലാ വേദനയും വിട്ടു മാറട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിൻ്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്ന്, നിൻ്റെ ഹൃദയത്തിലേക്ക് ഇറങ്ങി വന്ന് നിനക്ക് ശക്തിയും ധൈര്യവും ബലവും തരുമാറാകട്ടെ. ഹല്ലേലൂയ. അപ്പോസ്തലപ്രവർത്തനം 1:8 കർത്താവ് അരുളി ചെയ്തു, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ഹല്ലേലൂയ. എന്നിട്ട് പറഞ്ഞ്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. കണ്ണടച്ച് കയ്യിൽ നെഞ്ചോട് ചേർത്ത് പിടിച്ച് പറയണം, പരിശുദ്ധാത്മാവ്, പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ വന്നു കഴിയുമ്പോൾ ഞാൻ ശക്തി പ്രാപിക്കും. പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ വന്നു കഴിയുമ്പോൾ ഞാൻ ശക്തി പ്രാപിക്കും. പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ വന്നു കഴിയുമ്പോൾ ഞാൻ ശക്തി പ്രാപിക്കും. അപ്പാ പിതാവേ, അങ്ങയുടെ പ്രിയപുത്രനായ എൻ്റെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ പരിശുദ്ധാത്മാവിനെ എൻ്റെ മേൽ അയക്കണമേ. ദൈവത്തെ സ്നേഹിക്കുവാൻ, ഈശോയെ സ്നേഹിക്കുവാൻ, യേശുവിനോട് ജീവിക്കുവാൻ എന്നെ ശുദ്ധീകരിക്കണമേ, രൂപാന്തരപ്പെടുത്തണമേ. പിതാവിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന പരിശുദ്ധാത്മാവേ, എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. എൻ്റെ മനസ്സിലേക്ക്, എൻ്റെ ആത്മാവിലേക്ക് കടന്നു വരണമേ. എന്നെ ശുദ്ധി ചെയ്യണമേ, എന്നെ രൂപാന്തരപ്പെടുത്തണമേ. ഒരു യഥാർത്ഥ മകനായി എന്നെ മാറ്റണമേ. എല്ലാ തിന്മകളും, തിന്മയുടെ ശക്തികളും, സ്വാധീനങ്ങളും എന്നെ വിട്ടുപോകട്ടെ. കർത്താവ് യേശുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കുമെന്ന വചനം ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ മാംസം ധരിക്കട്ടെ. ഏറ്റുപറയണം, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും
രക്ഷ പ്രാപിക്കുമെന്ന വചനം ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ഹൃദയത്തിൽ മാംസം ധരിക്കട്ടെ. ദൈവത്തിൻ്റെ വചനം എൻ്റെ ഹൃദയത്തിൽ ജീവിക്കട്ടെ. യേശു ക്രിസ്തു കർത്താവായി എൻ്റെ ഹൃദയത്തിൽ ജീവിക്കട്ടെ, വസിക്കട്ടെ, എന്നെ ഭരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കൈകൾ നെഞ്ചോട് ചേർത്ത് പിടിച്ചു തന്നെ സ്വതന്ത്രമായിട്ട് സ്തുതിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. സ്തോത്രം. ഗ്ലോറി, ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ, ഗ്ലോറി. എഴുന്നേറ്റുന്നുണ്ട്. സ്തുതി. ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ. കൈകൾ നീട്ടി പിടിച്ചുകൊണ്ട് ഈ മക്കൾക്ക് വേണ്ടി. ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ, 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 ഗ്ലോറി, ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ. എല്ലാവരും നിറയട്ടെ, എല്ലാ ഹൃദയങ്ങളും നിറയട്ടെ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കെതിരെ മനുഷ്യനുണ്ടാക്കിയ, പിശാചുണ്ടാക്കിയ സകല നിയമങ്ങളെയും ഞാൻ റദ്ദ് ചെയ്യുന്നു. അതെല്ലാം ക്യാൻസലായി പോകട്ടെ. നിങ്ങളുടെ ഭവനവും നിങ്ങളുടെ ഭൂമിയും പിടിച്ചെടുക്കാൻ നിൽക്കുന്ന സകല ശക്തികളെയും ബന്ധിച്ച് കീഴ്പ്പെടുത്തുന്നു. ഒരു അധികാരിക്കും ഒരു അധികാരത്തിനും ഇനിമേൽ നിന്റെ മേൽ ഇടമില്ല, നിന്റെ മേൽ ഇടമില്ല. വിട്ടു മാറിപ്പോകട്ടെ, കീഴടങ്ങട്ടെ. സാത്താന്റെ എല്ലാ വ്യാമോഹങ്ങൾ വിട്ടുമാറിപ്പോകട്ടെ. ഈ മക്കൾ ഇവരുടെ പേരിൽ പട്ടയം വാങ്ങി കരമടച്ച ഭൂമിയിൽ ഇവർക്ക് തുടർന്നും ഇവരുടെ പേരിൽ കരമടച്ച് സ്വതന്ത്രമായി സമാധാനമായി ഈ മണ്ണിൽ ജീവിക്കാനുള്ള അവകാശത്തെ സ്വർഗത്തിനു മുമ്പിൽ ഏറ്റുപറഞ്ഞുകൊണ്ട് ഞാനതിനെ സ്ഥിരപ്പെടുത്തുന്നു. അതിനെതിരെയുള്ള എല്ലാ നിയമങ്ങളെ റദ്ദ് ചെയ്യുന്നു. വിട്ടുപോകട്ടെ. ഈ മക്കളുടെ ഭൂമി ഇവർക്ക് അവകാശപ്പെട്ടതാണ്, ഇവരുടെ ഭവനം ഇവർക്ക് അവകാശപ്പെട്ടതാണ്. അതിനുമേൽ ഒരു അവകാശമില്ല, മറ്റാർക്കും അധികാരമില്ല. വിഴുങ്ങാൻ പറ്റുന്ന സർപ്പത്തെ ചവിട്ടി മെതിക്കുന്നു. മാറിപ്പോ സാത്താനെ, മാറിപ്പോ. ഹല്ലേലൂയ, മൈറ്റി ഗ്ലോറി, ഹല്ലേലൂയ. സ്തുതി, സ്തോത്രം, നന്ദി, മഹത്വം, ആരാധന. ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ, ഗ്ലോറി. എല്ലാ നിയമങ്ങളെ ബന്ധിക്കുന്നു. മനുഷ്യനുണ്ടാക്കിയ എല്ലാ നിയമങ്ങളെ ഞാൻ ബന്ധിക്കുന്നു. സ്പിരിറ്റിന്റെ അഭിഷേകത്തിന്റെ അധികാരത്തിൽ ഞാൻ ബന്ധിക്കുന്നു.
നിർവീര്യമായി പോകട്ടെ. അതിൻ്റെ സ്വാധീനങ്ങൾ ഈ ജനത്തെ വിട്ടുപോകട്ടെ, ഈ ദേശത്തെ വിട്ടുപോകട്ടെ, ഈ വില്ലേജിനെ വിട്ടു മാറട്ടെ, ഈ സംസ്ഥാനത്തെ വിട്ടുപോകട്ടെ. മനുഷ്യ വിഴുങ്ങാൻ വരുന്ന പിശാചിൻ്റെ നിയമങ്ങൾ കാൽകളിൽ ചവിട്ടി മെതിക്കപ്പെടട്ടെ. ലൂക്ക 10:19 വരുന്ന അധികാരത്താൽ യേശു കൽപ്പിച്ചത് പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ സകല ശക്തിയുമേ ചവിട്ടി നടക്കാൻ നിങ്ങൾക്ക് ഞാൻ സകല അധികാരവും തന്നിരിക്കുന്നു. ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല, ഒന്നും തന്നെ ഉപദ്രവിക്കുകയില്ല. സകല പാമ്പുകളും തേളുകളും കീഴടങ്ങ, സകല മുട്ടുകളും മടങ്ങട്ടെ. ആമേൻ. കർത്താവിൻ്റെ അഭിഷേകം, കർത്താവിൻ്റെ അധികാരം, കർത്താവിൻ്റെ നാമത്തിൻ്റെ ശക്തിയാൽ കീഴടങ്ങ പിശാചേ, കീഴടങ്ങ. എല്ലാ അടിമകളും കീഴടങ്ങട്ടെ, എല്ലാ മുട്ടുകളും മടങ്ങട്ടെ. അന്ധകാലത്തെ അധിപന്മാരെല്ലാം കീഴടങ്ങ്. സ്വർഗീയങ്ങളിൽ തിരുവിന്റെ ദുരാത്മ കീഴടങ്ങട്ടെ. സ്പിരിറ്റിന്റെ നാമത്തിൽ കീഴടങ്ങണം. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹീതയാവും. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹീതനാവും. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹീതയാവും. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹീതനാവും. എല്ലാവരും ചേർന്ന് ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവേ, ഈ മക്കൾക്ക് കൊടുക്കപ്പെട്ടിട്ടുള്ള വസ്തുക്കളുടെ മേൽ, അതിൻ്റെ ആധാരങ്ങളുടെ മേൽ, അതിൻ്റെ ഡോക്യുമെൻറ്റുകളുടെ മേൽ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൻ്റെ മുദ്ര പതിക്കപ്പെടട്ടെ. യേശുവിൻ്റെ രക്തത്തിൻ്റെ അധികാരം അതിൽ മുദ്രിതമായിരിക്കട്ടെ. ഒരുവനും തൊടാൻ പറ്റാത്ത വണ്ണം, കൈവയ്ക്കാൻ പറ്റാത്ത വണ്ണം കാലാകാലങ്ങളോളം, തലമുറകളോളം ഇവരുടെ ഭൂമി ഇവരുടെ സ്വന്തമായിരിക്കട്ടെ. ഇവരുടെ തലമുറയുടേതായിരിക്കട്ടെ. ഇവരുടെ വരും തലമുറയ്ക്കുള്ളതായിരിക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. അതിനെതിരെയുള്ള പിശാചിൻ്റെ സകല നിയമങ്ങളെയും ക്യാൻസൽ ചെയ്ത് കർത്താവേ ഈ ദേശത്തെ വിടുവിച്ച്, ശത്രുവിൻ്റെ പിടിയിൽ നിന്നും വിടുവിച്ച് ഈ ദേശത്തെ, ഈ കുടുംബങ്ങളെല്ലാം സ്വതന്ത്രമാക്കുന്നു. സ്വതന്ത്രരായിരിക്കട്ടെ. ക്രിസ്തുവിൻ്റെ സമാധാനം ഇവരെ ഭരിക്കട്ടെ. ക്രിസ്തുവിൻ്റെ വചനം ഇവരെ വഴി നടത്തട്ടെ. അവിടുത്തെ പരിശുദ്ധാത്മാവ് ഇവർക്ക് സഹായമായിരിക്കട്ടെ. ഇവരുടെ ശക്തിയായിരിക്കട്ടെ, ഇവരുടെ ബലമായിരിക്കട്ടെ. തങ്ങളുടെ വേദനകളിൽ ദൈവത്തെ കൊണ്ട് ചെയ്യിപ്പിക്കാനുള്ള ശക്തിയും അറിവും നിറവും ഇവർക്കുണ്ടാകട്ടെ. ഉണ്ടാകട്ടെ, ഉണ്ടാകട്ടെ, ഉണ്ടാകട്ടെ. തന്നെ ശ്രദ്ധിക്കട്ടെ. വീണ്ടും ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ ഓരോരുത്തരും ക്രിസ്ത്യ വിശ്വാസം സ്വീകരിച്ചവർ, ജ്ഞാനസ്ഥാനത്തിലൂടെ നിങ്ങൾ ദൈവരാജ്യത്തിൻ്റെ മക്കളാണ്. ക്രിസ്തുവിൻ്റെ രാജ്യത്തിൻ്റെ അംഗങ്ങളാണ്. നിങ്ങൾ ഈ ലോകത്തിലെ മനുഷ്യപോലെ ജീവിക്കേണ്ടവരല്ല. ദൈവത്തിൻ്റെ വചനം നിൻ്റെ പാദത്തിന് വിളക്കും പാതയിൽ പ്രകാശവുമാകണം. തൻ്റെ ഒരു വചനമാണ്. നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ്. നിങ്ങൾ ഈ ദേശത്ത്, നിൻ്റെ കുടുംബത്തിൽ, ഈ ദേശത്ത് നിങ്ങൾ ക്രിസ്തുവിൻ്റെ പ്രകാശമായിട്ട് ജീവിക്കണം. ഒറ്റവാക്യം പറഞ്ഞാൽ പാപം ചെയ്യരുത്. കാരണം ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഈ പ്രാർത്ഥനയും ഈ അനുഗ്രഹങ്ങളും എല്ലാം വരുന്നത് ഒറ്റ വ്യവസ്ഥയിലാണ്. നിങ്ങൾ ക്രിസ്തുവിനെ അറിഞ്ഞ് അവിടത്തേക്ക് വേണ്ടി ജീവിക്കുന്നവരായിരിക്കണം. നിങ്ങൾ കലഹിക്കുന്നവരാകരുത്. നിങ്ങൾ കുടുംബങ്ങളിൽ നിങ്ങൾ സമാധാനം സ്ഥാപിക്കുന്നവരായിരിക്കണം. നിങ്ങളുടെ കുടുംബത്തിൽ കുടുംബനാഥന്മാരാരും കൂടി ഞാൻ കണ്ടില്ല. പക്ഷേ കർത്താവ് അവരെയും വിശുദ്ധീകരിക്കട്ടെ. കാരണം ദൈവം യോജിപ്പിച്ച ഭാര്യയും ഭർത്താവും ഒരു കുടുംബമാണ്. അവിടെ ക്രിസ്തുവിൻ്റെ ഭരണം ഒരു കുടുംബനാഥന്മാരിൽ ഉണ്ടാകട്ടെ. നിങ്ങളുടെ കുടുംബങ്ങളിൽ മദ്യപാനമുണ്ടെങ്കിൽ ആ മദ്യപിശാചുകൾ കുടുംബങ്ങളെ വിട്ടുപോകണം. കലഹമുണ്ടെങ്കിൽ കലഹത്തിൻ്റെ പിശാചുകൾ കുടുംബങ്ങളെ വിട്ടുപോകണം. മയക്കുമരുന്നിൻ്റെയും മദ്യത്തിൻ്റെയും സ്വാധീനങ്ങൾ കുടുംബങ്ങളെ വിട്ടുപോകണം.
ഓരോ കുടുംബങ്ങളും ക്രിസ്തുവിൻ്റെ ഭവനങ്ങളായിട്ട് തീരണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾ വസിക്കുന്ന കാലത്തോളം, നിങ്ങൾ ദൈവത്തിൻ്റെ വഴിയിൽ നടക്കുന്ന കാലത്തോളം ഒരു തിന്മ നിങ്ങൾക്കിതിൽ വരില്ല. പക്ഷെ നിങ്ങൾ കർത്താവിൻ്റെ വചനം അനുസരിക്കുന്നില്ല എങ്കിൽ ഒരു ഗ്യാരണ്ടിയും എന്നിൽ വരില്ല ഇവിടെ. ഇപ്പോൾ നിങ്ങളോട് ഞാൻ പറയും, ഇറങ്ങി വന്ന അഭിഷേകത്തിൻ്റെ ശക്തിയാൽ കർത്താവ് നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. നിങ്ങൾക്കെതിരെ നിയമങ്ങളെയൊക്കെ കർത്താവ് റദ്ദ് ചെയ്തിട്ടുണ്ട്. അതൊക്കൊന്നും നിങ്ങളുടെ മേലെ ഇനി പ്രാബല്യം ഉണ്ടാകില്ല. ഒരു നിശ്ചിത കാലത്തോളം കർത്താവ് കാത്തു നിൽക്കും. നിങ്ങൾക്കെതിരെ വന്നിട്ടുള്ള ഒരു വിധികളും നിങ്ങളുടെ പ്രാബല്യം ഉണ്ടാകില്ല. നിന്റെ ഭൂമി നിന്റെ സ്വന്തം, നിന്റെ ഭവനം നിന്റെ സ്വന്തം. ഇവിടെ ആർക്കും ആവശ്യമില്ല. ഈ വേളാങ്കണ്ണി മാതാവിൻ്റെ ദേവാലയത്തിൽ വെച്ച് ദൈവനാഥൻ യേശുവിന് മുമ്പിൽ നിന്നുകൊണ്ട് ഇത് പ്രഖ്യാപിച്ചിരിക്കുന്നു. ആർക്കും മാറ്റാനാവാത്ത, ആർക്കും തിരുത്താനാവാത്ത ഈ തീരുമാനം, ഈ പ്രഖ്യാപനം അതെന്നും സാധുവായിരിക്കട്ടെ, അതെന്നും ഉറപ്പുള്ളതായിരിക്കട്ടെ. അതിനെതിരെ കടന്നു വരുന്ന ഏത് ശക്തികളും ഈ പാറയിൽ ഇടിച്ച് തകർന്നു പോകും. ഈ അഭിഷേകം എന്ന പാറയിൽ ഇടിച്ച് ചിതറിക്കപ്പെട്ടു പോകും. ആമേൻ, ആമേൻ, ആമേൻ. നമുക്ക് കർത്താവിനെ വീണ്ടും നമ്മളിവിടെ സ്തുതിക്കാം. ഹല്ലേലൂയ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു കർത്താവേ, സ്തോത്രം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൈവച്ച് പ്രാർത്ഥിക്കുകയാണ്. കൈവച്ച് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളിലേക്ക് പരിശുദ്ധാത്മ ശക്തിയെ പകരുകയാണ്. അപ്പോൾ നിങ്ങൾ ഈ അഭിഷേകത്തെ സ്വീകരിക്കുകയാണ്. സ്വീകരിക്കുമ്പോൾ ഒറ്റ കാര്യം ഞാൻ പറഞ്ഞുള്ളൂ, വിശുദ്ധരായിട്ട് ജീവിക്കണം. നമ്മൾ ഈ ലോകത്തിലെ മറ്റു മനുഷ്യരോട് ജീവിക്കേണ്ടവരല്ല. നുണ പറയാനും കള്ളം പറയാനും കലഹമുണ്ടാക്കാനും എല്ലാം ഇവിടെ വിളിയതല്ല. നമ്മൾ ക്രിസ്തുവിൻ്റെ സാക്ഷികളായിട്ട് ജീവിക്കണം. സാധിക്കുമോ? സാധിക്കുമോ? എന്ത് പറയുന്നു? ഉത്തരം പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാം. സാധിക്കുമോ ഇല്ലയോ? കർത്താവേ, ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾ നിൽക്കുന്ന കേവലം ഒരു അപ്പത്തിൻ്റെ മുമ്പിലല്ല, ജീവിക്കുന്ന കർത്താവ് ഇവിടെ ഉണ്ട്. ആ കർത്താവ് നിങ്ങളെ തൊടുകയാണ്. കർത്താവിൻ്റെ വചനവും അഭിഷേകവും എൻ്റെ ആത്മാവിലേക്ക് ഇറങ്ങി വരും. ആമേൻ, സ്തോത്രം. രണ്ടുപേരും കണ്ണടച്ചു. touch you.
ഈ ദിവസം അവിടെ വിടുവിച്ച കഴിയുമ്പോൾ എല്ലാ തലമുറകളും ദിവസം നിന്നുകൊണ്ട് ബന്ധനസ്ഥരായ ഓരോ ടീമുകളും ആത്മാക്കളും യേശുക്രിസ്തു നാമത്തിന് മുമ്പിൽ കീഴടങ്ങി യേശുവിനെ കർത്താവായി ഹൃദയത്തിൽ സ്വീകരിച്ച് യേശുവിൽ വിശ്വസിച്ച് 16:32 വചനം മാംസം ധരിക്കട്ടെ. കർത്താവ് യേശുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുന്ന വചനം കഴിയുമ്പോൾ എല്ലാ തലമുറകളിൽ കടന്നു ചെന്ന് എല്ലാ മക്കളെയും എല്ലാ ആത്മാക്കളെയും കടന്നു ചെന്ന് അവരെല്ലാം യേശു അറിയട്ടെ, യേശുവിനെ വിശ്വസിക്കട്ടെ, ഒരു യേശു നാമത്തെ വിളിച്ച് അപേക്ഷിക്കട്ടെ, രക്ഷ പ്രാപിക്കട്ടെ, പാപങ്ങളിൽ നിന്ന് വിടുതൽ പ്രാപിക്കട്ടെ, മോചിതരാകട്ടെ, ശത്രുവിനെ പിടിയിൽ സ്വതന്ത്രരാകട്ടെ, സാത്താന്റെ അടിമത്തിലെല്ലാം സ്വതന്ത്രരാകട്ടെ, എല്ലാ തലമുറകളും സ്വതന്ത്രരാകട്ടെ. അവൾ നിന്നെ തല തുറക്കുമെന്ന ഉൽപ്പത്തി 3:15 കർത്താവിൻ്റെ നിയോഗ പദ്ധതി പ്രകാരം അയക്കപ്പെട്ട സ്ത്രീയായ ഭൂപരിശുദ്ധ കന്യാമറിയത്തിൻ്റെ നാമത്തിൻ്റെ പരിശുദ്ധിയും അധികാരവും ഒരു ആത്മാക്കൾക്കും ഒരു തലമുറയ്ക്കും രക്ഷയ്ക്കും വിടുതലും കാരണമായിട്ട് മാറട്ടെ. എല്ലാ തലമുറകളെയും സമർപ്പിച്ചുകൊണ്ട് യേശുവേ അവിടുത്തെ നാമത്തിൽ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടവരായി അവരെ സ്വീകരിച്ചുകൊണ്ട് ദൈവരാജ്യത്തിൻ്റെ നന്മകൾ പ്രാപിക്കാൻ ഒരു യോഗ്യരാക്കി മാറ്റിയാലും കർത്താവേ, ദൈവമേ, കഴിഞ്ഞ അനേകം നൂറ്റാണ്ടുകളായി നഷ്ടപ്പെട്ട് കിടക്കുന്ന അവരുടെ മേൽ കരുണ തോന്നി സ്വർഗീയ സൗഭാഗ്യത്തിലേക്ക് പ്രതീക്ഷയിലേക്ക് ഒരു കൂട്ടിച്ചേർക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഭൂമിയിലുള്ള കുടുംബങ്ങളിലുള്ള ദേശങ്ങളിലുള്ള എല്ലാ ആധിപത്യങ്ങളെയും എല്ലാ സ്വാധീനങ്ങളെയും പിടിതുമാറ്റിക്കൊണ്ട് ഈ തലമുറയെ, ഈ ജനതയെ, ദേശത്തെ, വ്യക്തികളെ, കുടുംബങ്ങളെ സ്വതന്ത്രമാക്കുവാൻ കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കാര്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. യേശുവേ, യേശുവേ, യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇരുകാര്യങ്ങളെയും ശിരസിൽ വയ്ക്കാം, ഇരുകാര്യങ്ങളും തലയിൽ വയ്ക്കുക, കണ്ണിലടയ്ക്കുക. കർത്താവിൻ്റെ എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും ഇതിൽ ഇറങ്ങി വരട്ടെ. ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തതിലൂടെ, കർത്താവിനെ മഹത്വപ്പെടുത്തതിലൂടെ, അവിടെ നിന്ന് അർപ്പിച്ച വിശ്വാസത്തിൻ്റെ ശക്തിയാൽ may the mighty power of the Holy Spirit descend upon you. നിന്നെ മേൽ കർത്താവിൻ്റെ ശക്തി ഇറങ്ങി വരട്ടെ, നിന്നിൽ നിറയട്ടെ, നിന്നിൽ ആവശിക്കട്ടെ, നിന്നെ കരുത്തനാകട്ടെ, കരുത്തയാകട്ടെ, ശക്തനാകട്ടെ, ശക്തയാകട്ടെ. ദാവീദിനെ പോലെ യുദ്ധം ചെയ്യുവാൻ, ദൈവരാജ്യത്തിന് യുദ്ധം ചെയ്യുവാൻ കർത്താവിൻ്റെ ശക്തി, അവിടുത്തെ അഭിഷേകം നിന്നെ ഉണർത്തട്ടെ. യുദ്ധത്തിനെ പോലെ ശത്രുവിനെ തകർത്ത് കളയുവാനുള്ള ശക്തി, അവിടുത്തെ അഭിഷേകം ഇതിലിറങ്ങി വരട്ടെ. നീതിമാനായ ദൈവത്തിൻ്റെ നീതി ഈ ദേശത്ത് നടപ്പിലാകട്ടെ. അതിനെതിരെയുള്ള പിശാചിൻ്റെ എല്ലാ നിയമങ്ങളും പൂർണ്ണമായിട്ട് തുടച്ചു മാറ്റപ്പെടട്ടെ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹീതയാവും, അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹീതനാവും. എല്ലാ ശാപങ്ങളിൽ നിന്ന്, തലമുറയുടെ പാപങ്ങളിൽ നിന്ന് നീ മുക്തനാകട്ടെ, സ്വതന്ത്രനാകട്ടെ, സ്വതന്ത്രയാകട്ടെ. നിന്റെ കുടുംബം സ്വതന്ത്രമാകട്ടെ, നിന്റെ ജീവിത പങ്കാളി സ്വതന്ത്രമാകട്ടെ, നിന്റെ മക്കൾ സ്വതന്ത്രരാകട്ടെ, നിന്റെ സമ്പത്ത് സ്വതന്ത്രമാകട്ടെ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹീതയാവും, അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹീതനാകുന്നു. ഇവിടെ വലതുകരം ഉയർത്തി പിടിക്കാം, വലതുകരം ഇടതുകരം നെഞ്ചോട് ചേർത്ത് പിടിക്കാം. നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പക്ഷേ ഈ ദേശം, ഓരോ ദേശങ്ങളുടെ മേലുള്ള ഒരു പൈശാചിക ബന്ധനമുള്ള മേഖലയാണ് ടൂറിസത്തിൻ്റെ പേരിൽ നടക്കുന്ന വ്യഭിചാരങ്ങൾ. നമുക്ക് ഹോട്ടൽ വേണം, റിസോർട്ട് വേണം, ഒക്കെ നല്ലതാണ്. പക്ഷെ അതൊരിക്കലും വ്യഭിചാരശാലകളായിട്ട് മാറരുത്, അധപ്പതിക്കരുത്. കുടുംബം, ഭാര്യ, ഭർത്താക്കന്മാർ, മക്കൾ, അവർക്ക് ഒന്ന് ജീവിക്കാം. പക്ഷേ പലരും വ്യഭിചരിക്കാൻ വേണ്ടി ഇങ്ങനെ ഇടങ്ങളിൽ കടന്നു വരുന്നത് ആ ദേശത്തിൻ്റെ ശാപമാണത്. അങ്ങനെയുള്ള വ്യഭിചാരത്തിൻ്റെ ആധിപത്യങ്ങളെ ഇന്ന് ഈ ദേശത്തുള്ള റിസോർട്ടുകൾ, ഇതിൽ നടമാടുന്ന വ്യഭിചാരത്തിൻ്റെ ആധിപത്യങ്ങളെ ബന്ധിച്ചുകൊണ്ട്
ദൈവമേ ആ തിന്മയെ ദേശത്തു നിന്നും പിഴുതെറിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. പരിശുദ്ധ അമ്മയ്ക്ക് അർപ്പിക്കപ്പെട്ട ഈ ആലയവും ഇതിൻ്റെ പരിസര പ്രദേശങ്ങളും ഈ മുനമ്പം പ്രദേശമെല്ലാം എപ്പോഴും വിശുദ്ധമായിരിക്കട്ടെ. വിശുദ്ധ മറിയത്തിൻ്റെ ആധിപത്യം ഉണ്ടായിരിക്കട്ടെ. മഞ്ഞു മാതാവിൻ്റെ സംരക്ഷണം എപ്പോഴും ഈ മക്കൾക്കുണ്ടാകട്ടെ. എല്ലാ തരത്തിലുള്ള പാപത്തിൻ്റെ ശക്തികൾ ഈ നാട്ടിൽ നിന്നും പിഴുതെറിയപ്പെടട്ടെ. ഈ മക്കളെയും പരിശുദ്ധ മറിയം തൻ്റെ മഞ്ഞിനാൽ മൂടി എന്നും സംരക്ഷിച്ച് വിശുദ്ധിയിൽ സംരക്ഷിക്കുമാറാകട്ടെ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹീതയാവും. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹീതനാകുന്നു. പലതരം തലവയ്ക്കാം. പിതാവായ ദൈവത്തിൻ്റെ ആധിപത്യവും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൻ്റെയും വചനത്തിൻ്റെയും അധികാരവും ശക്തിയും ഭരണവും പരിശുദ്ധാത്മാവ ദൈവത്തിൻ്റെ നിറവും നിയന്ത്രണവും എന്നും എപ്പോഴും നിന്റെ മേൽ ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ നാമത്തിൻ്റെ ശക്തിയും അധികാരവും അവിടുത്തെ സംരക്ഷണവും എന്നും എപ്പോഴും നിന്റെ മേൽ ഉണ്ടായിരിക്കട്ടെ. അമേൻ, അമേൻ, അമേൻ. അവേ മരിയ, അവേ മരിയ, അവേ മരിയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കൈകൾ വീശിക്കൊണ്ട് അവേ മരിയ.